Meet the editors. സംഘർഷങ്ങൾക്കും വിവാദങ്ങൾക്കുമിടെ നവകേരള സദസ് തിരുവനന്തപുരത്ത് സമാപിച്ചു. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന സദസ്സിന്റെ കൊട്ടിക്കലാശം വട്ടിയൂർക്കാവിലായിരുന്നു. സമാപന ദിവസം തലസ്ഥാനം വലിയ സംഘർഷങ്ങൾക്ക് സാക്ഷിയായി. പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും പ്രസംഗിക്കുന്ന വേദിയിൽ പോലീസ് അതിക്രമം ഉണ്ടായതോടെ പ്രതിഷേധം ഇരമ്പി. നാട്ടുകാരുടെ ചെലവിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. നവകേരള സദസ് എന്ന അശ്ലീല നാടകം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്ന് ആരംഭിക്കുമ്പോൾ എന്തായിരുന്നു നമ്മുടെ ഖജനാവിന്റെ സ്ഥിതി, ട്രഷറിയുടെ സ്ഥിതി? കേരളത്തിന്റെ ഖജനാവ് പൂട്ടി താഴ്ത്തിട്ട് ആണ് ഈ മുഖ്യമന്ത്രിയും ഈ മന്ത്രിമാരും ഈ ആർഭാട സദസ് നടത്തിയത്. എനിക്ക് ഈ പിണറായി വിജയനോട് ചോദിക്കാനുള്ളത്, കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട ഒരു മറുപടിയുണ്ട്. ഈ 44 ദിവസം നടത്തിയ ഈ നാടകത്തിലൂടെ കേരളത്തിലെ ഏതെങ്കിലും ഒരു പാവപ്പെട്ടവന്റെ, സാധാരണക്കാരന്റെ സങ്കടം മാറ്റാൻ നിങ്ങൾക്ക് കഴിഞ്ഞു? യാത്ര നൽകിയത് ഇനിയുള്ള പ്രവർത്തനത്തിനുള്ള ഊർജമാണെന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിലയിരുത്തൽ. ഈ യാത്രയുടെ സമാപന ഘട്ടത്തിലാണ് നാം എത്തിപ്പെടുന്നത്. ഇനി 2 പരിപാടി കൂടിയാണ്. അതോടെ നേരത്തെ നിശ്ചയിച്ചതനുസരിച്ചുള്ള സമാപന പരിപാടി ഇന്ന് വൈകുന്നേരം നടക്കുകയാണ്. ഇക്കഴിഞ്ഞ 36 ദിവസങ്ങളിൽ മഞ്ചേശ്വരം മുതൽ നിയമമണ്ഡലം വരെ ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത് വലിയ തോതിലുള്ള ജനാവലിയുടെ സാന്നിധ്യമാണ്. നവകേരള സദസ് ലക്ഷ്യം കണ്ടോ എന്നതാണ് ഇന്നത്തെ ചോദ്യം. റിപ്പോർട്ടർ കൺസൾട്ടിംഗ് എഡിറ്റർ ഡോക്ടർ അരുൺകുമാർ ഈ യാത്രയിൽ ഉടനീളം പങ്കെടുത്തിരുന്നു. ഈ യാത്ര കടന്നുപോയ 140 മണ്ഡലങ്ങളിലെയും പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഡോക്ടർ അരുൺകുമാറും. വെൽക്കം ഡോക്ടർ അരുൺകുമാർ. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? ലക്ഷ്യം കണ്ടോ അത്? യാത്ര ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യത്തിന് ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്നതാണ് എന്റെ മറുപടി. അതിന് 3 പ്രധാനപ്പെട്ട കാരണങ്ങളാണ് ഞാൻ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. അതിലൊന്ന്, രാഷ്ട്രീയമായി അത് ഭാഗികമായി തന്നെ ലക്ഷ്യം കണ്ടു എന്ന് വേണം പറയാൻ. രണ്ടാമത്, അതിന്റെ ഭരണതലത്തിൽ ഒരു ഘടന എന്ന രീതിയിൽ അത് അവതരിപ്പിച്ച രീതിയിൽ അത് ഭാഗികമായി ലക്ഷ്യം കണ്ടിട്ടുണ്ട്. മൂന്നാമത്തത്, പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടിൽ നിന്ന് അവർക്കെന്ത് മാറ്റമുണ്ടാവുന്നുവെന്ന്, അതും ഭാഗികമായി മാത്രമാണ് ലക്ഷ്യം കാണാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 3 കാര്യങ്ങളെ ഞാൻ കുറഞ്ഞ സമയത്തിനുള്ളിൽ വിശദീകരിക്കാം. അതിൽ ആദ്യത്തേത്, ഇതൊരു രാഷ്ട്രീയ പ്രചരണ പരിപാടി എന്ന നിലയിൽ തന്നെയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഈ സർക്കാരിന്റെ പരിപാടിയെ വീക്ഷിച്ചത്. പരിപാടി തുടങ്ങിയ 2ാമത്തെ ദിവസം നമ്മൾ എത്തിച്ചേർന്ന വിലയിരുത്തലിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. പാർട്ടിയുടെ സംഘാടനം, സർക്കാരിന്റെ പാക്കിംഗ് എന്നതാണ് ഈ നവകേരള സഭയ്ക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ടാഗ്ലൈൻ. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ 140 മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ, ഇപ്പോ 136 മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കുമ്പോൾ 136 LDFന്റെ രാഷ്ട്രീയ പ്രചരണ റാലികൾ നടന്നിരിക്കുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഈ സർക്കാർ ഈ നവകേരള സദസ്സിനെ കുറിച്ചും കേരളീയത്തെക്കുറിച്ചും ആലോചിച്ച ഒരു സാഹചര്യം കൂടി മനസ്സിലാകുമ്പോഴാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. തൃക്കാക്കര തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു, പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. ആ തെരഞ്ഞെടുപ്പുകൾ വലിയ പരാജയങ്ങളായിരുന്നു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ആ 2 സീറ്റുകളും മറ്റൊരർത്ഥത്തിലും ഇടതുമുന്നണിക്ക് നേടാൻ കഴിയുമായിരുന്ന, സ്വാഭാവികമായി നേടാൻ കഴിയുമായിരുന്ന സീറ്റുകളല്ല എന്ന് സമ്മതിക്കുമ്പോഴും ആ വലിയ പരാജയത്തിന്റെ വലിയ ഉത്തരവാദിത്വം തങ്ങൾക്കാണ് എന്ന ബോധ്യമുണ്ടാവുകയും ഇതിൽ നിന്ന് മറികടക്കാൻ ഒരു ആന്റി ഇൻകംബൻസിയുടെ കാറ്റ് രൂപപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ പിണറായി സർക്കാർ അതിനെ മറികടക്കാൻ ഒരു രാഷ്ട്രീയ ഇടപെടൽ ആവശ്യമാണെന്ന് കണക്കാക്കുന്നു. ആ രാഷ്ട്രീയ ഇടപെടൽ എന്നുള്ളത് ഒരു പ്രോജക്റ്റ് എന്ന രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. അതിനെ സംഘടനാ മെഷീനറി, ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആസന്നമായി ഉണർത്തേണ്ടതുണ്ട്. അതിന് ബൂത്ത് തലം മുതൽ സംസ്ഥാന തലം വരെയുള്ള സംസ്ഥാന കമ്മിറ്റികളെ പുനരുജ്ജീവിപ്പിച്ചുകൊണ്ട് LDF റാലിക്ക് സമാനമായ രീതിയിലുള്ള ഒരു പരിപാടിയെക്കുറിച്ച് ആലോചിക്കുന്നു. അതിന്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ കേരളീയം അവതരിപ്പിക്കപ്പെടുന്നു. രണ്ടാമത്തേതായിട്ട് അവതരിപ്പിക്കപ്പെടുന്നതാണ് നവകേരള സദസ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 136 മണ്ഡലങ്ങളിലൂടെയും LDFന്റെ ഒരു റാലി നടന്നു എന്ന് തന്നെ വേണം നമ്മൾ പറയാൻ. അതുകൊണ്ട് രാഷ്ട്രീയമായി എന്താണോ CPM ഉദ്ദേശിച്ചത്, LDF ഉദ്ദേശിച്ചത്, ആ അർത്ഥത്തിൽ അത് ഭാഗികമായി തന്നെ ലക്ഷ്യം കണ്ടിരിക്കുന്നു. രണ്ടാമത് വന്നാൽ, ഇതൊരു പ്രതീതി നിർമ്മാണത്തിന്റെ കൂടെ ഒരു ജനാധിപത്യ രീതിയാണ് അവതരിപ്പിച്ചത്. നമ്മൾ സ്വിറ്റ്സർലൻഡിൽ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയും, അതായത് പ്രത്യക്ഷ ജനാധിപത്യം. നമ്മളൊക്കെ പരോക്ഷ ജനാധിപത്യത്തിലാണ് വിശ്വസിക്കുന്നത്, അഥവാ പ്രാതിനിധ്യ ജനാധിപത്യത്തിലാണ്.
ഇതിന്റെ രണ്ടിനെയും കൂടി ബ്രിഡ്ജ് ചെയ്യുന്ന ഒന്ന്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പൊളിറ്റിക്സ് ഈസ് എ ഗെയിം ഓഫ് പെർസെപ്ഷൻ എന്നാണ്. പ്രതീതികളുടെ കലയാണ്, പ്രതീതിയുടെ ഗെയിമാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയവും ജനാധിപത്യവുമെല്ലാം. അതുകൊണ്ടൊരു പ്രതീതി ജനാധിപത്യം സൃഷ്ടിക്കുക, ഒരു പെർസെപ്ഷണൽ ഡെമോക്രസി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഈ സർക്കാരിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒന്നാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് കോവിഡ് കാലത്തെ ഇടപെടൽ, നിപ്പ കാലത്തെ ഇടപെടൽ, കിറ്റ്, പെൻഷൻ, വെൽഫെയർ മെഷേഴ്സ്, കിഫ്ബി, ഇതെല്ലാം വോട്ടാക്കി മാറ്റാൻ സാധിച്ചു. പക്ഷെ അങ്ങനെ ഒരു പെർസെപ്ഷൻ രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ച് അവശ്യ ഘടകമായിരുന്നു. ആ പെർസെപ്ഷൻ ക്രിയേറ്റ് ചെയ്യുക, പ്രതീതി നിർമ്മാണത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു. ആ പ്രതീതി നിർമ്മാണത്തിന്റെ ഭാഗമായി ഇതാ ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് വരുന്നു, സഞ്ചരിക്കുന്ന ക്യാബിനറ്റ് എന്നൊക്കെയാണ് ടാഗ് ലൈൻ വിശേഷിപ്പിച്ചത്. അതൊരു തരത്തിലുള്ള ഒരു ഇടപെടലാണ്, ഒരു പൊളിറ്റിക്കൽ ഇന്റർവെൻഷനാണ്. അതൊരു പരിധിവരെ വിജയം കണ്ടു. കാരണം സദസ്സിലേക്ക് എത്തുന്നവരിൽ പാർട്ടി മെഷീനറി പ്രവർത്തകരാണ് എത്തിച്ചതെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും വഴിയരികിൽ കാത്തുനിന്ന മനുഷ്യരുണ്ട്. ഇതൊരു ജാഥയെ ഒരു പ്രൊസഷൻ പോലെ കാണാൻ വേണ്ടി കാത്തുനിന്ന യാത്രക്കാരുണ്ട്. ആ അർത്ഥത്തിൽ ഒരു പ്രതീതി നിർമ്മാണത്തിന് അതിൽ സാധിച്ചു. പക്ഷേ അത് പൂർണ്ണമായി ഫലം കാണാനില്ല. കാരണം അത് ഈ സംഘടനയിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഈ സർക്കാരിനോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ഈ സുരക്ഷ ഏറ്റെടുക്കുകയും ജീവൻ രക്ഷാ ദൗത്യം നടത്തുകയും ഒക്കെ ചെയ്തതോടുകൂടി അത് പൂർണ്ണമായി ഫലം കാണാതെ പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മൂന്നാമത്, പൊതുജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്നതാണ്, ലക്ഷ്യം കാണുന്നുണ്ടോ എന്നതാണ് ചോദ്യം. ആദ്യത്തെ ഘട്ടത്തിൽ ഈ പൗരപ്രമുഖരുമായിട്ട്, പൗരപ്രമുഖരെന്നുള്ള വാക്ക് പലപ്പോഴും തെറ്റിദ്ധാരണാജനകമാണ്, നാനാതുറകളിലുള്ള മനുഷ്യരുമായിട്ട് നവകേരളത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ ചർച്ച ചെയ്തു. അതൊരു കമ്പോണന്റ് ആണ്. രണ്ടാമത്തത്, കേന്ദ്ര സർക്കാരിനെതിരെയും പ്രതിപക്ഷത്തിനെതിരെയും ആഞ്ഞടിച്ചുകൊണ്ട് നടത്തിയ പ്രസംഗങ്ങൾ, അതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട സ്റ്റേജ്. മൂന്നാമത്തതാണ് പരാതി പരിഹാരം. നോക്കൂ, ഈ നിമിഷം പോലും 15%-ലധികം പരാതികൾ പരിഹരിക്കാൻ സർക്കാരിന് സാധിച്ചിട്ടില്ല. 36 ദിവസം കഴിയുമ്പോൾ, ഇനി 45 ദിവസം കഴിയുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല 25%-ലും അപ്പുറത്തേക്കുള്ള പരാതികൾ ഈ സർക്കാരിന് ഈ 45 ദിവസത്തിനുള്ളിൽ പരിഹരിക്കാൻ കഴിയുമെന്ന്. 50% ഒരുപക്ഷെ 2 മാസം കഴിയുമ്പോൾ പരിഹരിച്ചേക്കാം. അതിനും അപ്പുറത്തേക്ക് അപരിഹാരമായിട്ടുള്ള പരാതികളാണ് പലതും ലഭിച്ചിരിക്കുന്നത്. നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാരിന് അവയിൽ പലതും കൈകാര്യം ചെയ്യാനും കഴിയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഈ 3 കമ്പോണന്റിലും, രാഷ്ട്രീയം, ഭരണപരം, പൊതുജനങ്ങളുടെ പെർസ്പെക്റ്റീവ്, ഈ 3 കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നോക്കിയാലും ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്ന് തന്നെയാണ് എന്റെ വിലയിരുത്തൽ. ഓക്കെ, നമുക്ക് അടുത്ത ഘട്ടത്തിൽ അതിന്മേലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞു പോകാം. നികേഷ് സാർ, ഇപ്പോൾ നൂതന ആശയങ്ങൾ പങ്കുവയ്ക്കുക, അതുപോലെ സമഗ്ര വികസനം, പരിമിതികളിൽ നിന്നുള്ള അതിജീവനം, അങ്ങനെ പല പല ആശയങ്ങൾ തുടക്കത്തിന് മുൻപ് കേട്ടിരുന്നു. അതിൽ എത്രത്തോളം നടപ്പായിട്ടുണ്ട്? ഇത് വെറുമൊരു നവകേരള സദസ്സ് എന്ന ഒറ്റപ്പെട്ട് നിൽക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. താലൂക്ക്, ജില്ലാ തലത്തിൽ, പിന്നീട് മേഖലാ തലത്തിലും ഒക്കെ തന്നെയും ജനങ്ങളുമായിട്ടുള്ളൊരു ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നു. ആ ഇൻട്രാക്ഷൻ്റെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി സ്വീകരിക്കുന്ന രീതിയിലുള്ള വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു. അതിൻ്റെ തുടർച്ച എന്നുള്ളതിലാണ് നവകേരള സദസ്സിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. 34 ദിവസം നീണ്ടുനിന്ന ഒരു ബൃഹത്ത് പ്രക്രിയയാണിത്. നോക്കൂ, നമുക്ക് ലോകത്തെവിടെയും തന്നെയും നമ്മുടെ അറിവിൽ ഇങ്ങനെ ഒരു യാത്ര നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് പരിമിതികൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചർച്ച ചെയ്തു. പ്രത്യേകിച്ച് ഈ പറയുന്ന ജീവൻ രക്ഷാ ഏർപ്പാടുകൾ മുതൽ നിരവധി പൊളിറ്റിക്കലായി അങ്ങോട്ടും ഇങ്ങോട്ടും, ഇപ്പോൾ ഞാനൊരു കാര്യം പറയും, ഉണ്ണി വേറൊരു കാര്യം പറയും, നമുക്ക് രണ്ടുപേർ വീണ്ടും പറയുന്ന കാര്യങ്ങൾ 2 തരത്തിലുള്ള ഓഡിയൻസിൽ മാത്രമാണ് അത് സ്വീകാര്യമാവുക. ഇതൊരിക്കലും മെർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്, നമ്മുടെ അഭിപ്രായം പോലും മെർജ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ ഗതിയിൽ ചിന്തിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് രണ്ടും 2 തരത്തിലാണ് സ്വീകാര്യമാവുക. അതുമായിട്ട് ഈ നവകേരള സദസ്സ് 34 ദിവസം മുന്നോട്ട് പോയി എന്നുള്ളതാണ്. അത് മാറ്റി നിർത്തിയാൽ 6 ലക്ഷത്തിലധികം പരാതികളാണ് നവകേരള സദസ്സിലേക്ക് കിട്ടിയിരിക്കുന്നത്. നേരത്തെ താലൂക്ക്, ജില്ലാ, മേഖലാ തലത്തിൽ കിട്ടിയതിന് പുറമേ 6 ലക്ഷത്തിലധികം പരാതികൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കയ്യിലേക്കെത്തി. ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഇത് അടുത്ത 2.5 വർഷക്കാലം എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും 2026 പിണറായി വിജയൻ്റെ ഭാവി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത് ഇപ്പോൾ പ്രതിപക്ഷം പറയുന്നത് അതിനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം, മാധ്യമങ്ങളും പറയുന്നത് വളരെ കുറച്ച് പരാതികളിൽ മാത്രമേ പരിഹാരം ഉണ്ടായിട്ടുള്ളൂ, വേഗത്തിൽ ആ പരിഹാര മാർഗ്ഗങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ജില്ലാ കളക്ടർക്ക് പുറമേ ഒരു ഉന്നത സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥനെ ഇപ്പോൾ ജില്ലകളിലേക്ക് നിയോഗിക്കുകയാണ് ഈ പ്രശ്ന പരിഹാരത്തിന്. അപ്പോൾ അതിലൊക്കെ തന്നെയും ആത്മാർത്ഥമായി ഒരു ഇടപെടൽ നടത്തുകയാണെങ്കിൽ പല പരാതികൾക്കും പരിഹാരം കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ ഒരു പരാതി ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാൻ മൂലം നക്ഷത്രമാണ്, എനിക്ക് ആ നക്ഷത്രം ഒന്ന് മാറ്റിത്തരണം എന്നതൊരു പരാതിയുണ്ട്. 2, പ്രതിപക്ഷ നേതാവ് VD സതീശനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് മാറ്റണമെന്ന് ആവശ്യമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇനിയിപ്പോൾ നാച്ചുറലായിട്ടുള്ള പരാതികൾ തന്നെ, എനിക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വെച്ച് തരണം,
അതൊക്കെ ആർക്കും ആവശ്യപ്പെടാമല്ലോ. പക്ഷേ ആ മാനദണ്ഡങ്ങളിൽ നിൽക്കുന്നവർക്ക് മാത്രമേ ആ പരാതി കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ, അതിന് ഫലമുണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള പരാതികളുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഇന്നിപ്പോൾ ഈ നവകേരള സർക്കാർ മെഷീനറി ഉപയോഗിച്ചുകൊണ്ട് തന്നെ എല്ലാ തട്ടുകളിലേക്കും എത്താൻ കഴിഞ്ഞു എന്നും ആ തട്ടുകളിലൊക്കെ തന്നെയും ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണുള്ളത് എന്ന് സർക്കാരിന് ബോധ്യമാകുന്ന ഡാറ്റയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ ഡാറ്റ എങ്ങനെ സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഒരുപക്ഷെ ഈ നവകേരള സദസ്സ് വിജയിച്ചോ പരാജയപ്പെട്ടോ എന്നതിൻ്റെ ഒരു 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 എന്താ പറയുക, നമ്മുടെ ഒരു ഈഗിൾ വ്യൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇവിടെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഗുണകരമായിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല, അങ്ങനെ നിരവധി ആയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ള വിഷയമുണ്ട്. ആ കാര്യത്തിലൊക്കെ തന്നെയും സർക്കാരിന് ഇത് ഞങ്ങളുടെ മാത്രം കുഴപ്പമില്ല എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെത്ര കണ്ട് ജനങ്ങൾ സ്വീകരിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷേ 4 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് പറയുമ്പോൾ അതെന്തുകൊണ്ടാണ് എന്ന് സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട്. സർക്കാർ വിശദീകരിച്ചത് എന്താണ്? കേന്ദ്ര സർക്കാർ ഞങ്ങൾക്ക് പണം തരുന്നില്ല, ഞങ്ങൾ ഞെരുക്കുന്നു എന്നുള്ളതാണ്. അതിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഇവിടെ വന്ന് ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞ് അവരുടേതായിട്ടുള്ള വിശദീകരണം നൽകിയിട്ട്. അപ്പോൾ 2 വാദങ്ങളുണ്ട്. അക്കാര്യത്തിൽ ജനങ്ങൾ എന്ത് നിലപാടിലേക്കാണ് എത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ഏതായാലും പിന്നെ ഇതിനകത്ത് രാഷ്ട്രീയം ഉണ്ടായിട്ടുണ്ടോ? നമ്മൾ തുടക്കത്തിൽ ചർച്ച ചെയ്തിട്ടുള്ള വിഷയം ഇത് രാഷ്ട്രീയം തന്നെയാണ് എന്ന് അന്തിമ ദിനത്തിൽ പോലും നമുക്ക് പറയാൻ കഴിയും. കൃത്യമായി സർക്കാർ ചെലവിൽ ഒരു രാഷ്ട്രീയ പ്രചരണ പരിപാടി കേരള സർക്കാർ നടത്തുകയായിരുന്നു എന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. കാരണം ആ നിലയിൽ തന്നെയാണ്, അതായത് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള പ്രചരണം, അതുപോലെ തന്നെ പദ്ധതികൾ എന്തുകൊണ്ട് നടത്താൻ കഴിഞ്ഞിട്ടില്ല എന്നത് സംബന്ധിച്ചത്, അതുപോലെ തന്നെ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ പങ്കെടുക്കാതിരുന്നത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനെതിരെയുള്ള കടന്നാക്രമണം, ഇതൊക്കെ വൃത്തിയായി രാഷ്ട്രീയത്തിൽ പൊതിഞ്ഞു തന്നെയാണ് കേരള സർക്കാർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണ പരിപാടി തന്നെയാണ് എന്ന കാര്യത്തിലും തർക്കമില്ല. ആ നിലയിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ സർക്കാർ ചെലവിൽ പ്രചരണം നടത്തി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമ്മുടെ ചോദ്യം സദസ്സ് ലക്ഷ്യം കണ്ടോ എന്നുള്ളതാണ്. ലക്ഷ്യം ഈ ഒരു ഘട്ടത്തിലല്ല അതിൻ്റെ ലക്ഷ്യം കണ്ടോ എന്നുള്ള വിലയിരുത്തൽ നടത്തേണ്ടത്. അത് കുറച്ചുകൂടി ദിവസങ്ങൾ കഴിയുമ്പോഴായിരിക്കും അതിന്മേൽ ഫലം കണ്ടോ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനുവേണ്ടി ഒരു പരിശ്രമം നടത്താൻ ഈ സർക്കാർ തയ്യാറാവുകയാണെങ്കിൽ ഈ ഒരു ദിവസങ്ങളിലെ കഠിനാധ്വാനം ഗുണം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നോക്കൂ, ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പരാതി എന്താണ്? 1-ാം പിണറായി, 2-ാം പിണറായി, ഇതിന് മുമ്പുള്ള VS അച്യുതാനന്ദൻ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും 1-ാം പിണറായി സർക്കാരിൻ്റെ മന്ത്രിമാരെക്കുറിച്ച് നമുക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല, അല്ലേ? വലിയ പ്രാഗൽഭ്യമുള്ള മന്ത്രിമാരായിരുന്നു. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിമാരെ കൊണ്ടാണ് യഥാർത്ഥത്തിൽ ആ സർക്കാർ കൈച്ചലായി പോയിട്ടുള്ളത്. പക്ഷേ ഈ മന്ത്രിസഭയിലെ മന്ത്രിമാരെക്കുറിച്ച് ആ നിലയിൽ ഉള്ള ഒരു അനുഭവമല്ല കേരളത്തിലുള്ളത് എന്നുള്ളതാണ് പ്രചരണം. അപ്പോൾ അവിടെ ഈ മന്ത്രിമാരെ നാട്ടിലേക്ക് ഇറക്കാനും അവർ രാഷ്ട്രീയം അറിയുന്നില്ല എന്നുള്ളതാണ് വേറൊരു ആരുടെ മുഹമ്മദ് റിയാസ് തന്നെ പറഞ്ഞു ആ പരാതി കൂടി പരിഹരിക്കാൻ കഴിയുന്ന വിധത്തിൽ മന്ത്രിമാരെ ഉപയോഗപ്പെടുത്താൻ സാധിച്ചു എന്നുള്ളതും മറ്റൊരു നേട്ടമായി ഞാൻ കാണുന്നു. പ്രാഥമികമായി അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഉണ്ണി സാർ, 1 മാസത്തിലധികം ആ യാത്ര കഴിഞ്ഞിരിക്കുകയാണ്. എന്തിനായിരുന്നു ഈ യാത്ര എന്നതിൽ അങ്ങേക്ക് അന്ന് 18-ാം തീയതി അങ്ങ് പറഞ്ഞിരുന്നു യാത്ര തീരട്ടെ, അപ്പോഴേക്കും ഇതേക്കുറിച്ച് ഒരു ആശയ രൂപീകരണത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയുമെന്ന്. ആ ഒരു ആശയ രൂപീകരണം അല്ലെങ്കിൽ ലക്ഷ്യം കാണാൻ ഈ യാത്ര അവസാനിക്കുന്ന ഇന്നത്തെ ദിവസം ഇനിയിപ്പോൾ ആ മാറ്റിവെച്ച 4 മണ്ഡലങ്ങളുണ്ട് എങ്കിലും പൂർത്തിയായി എന്ന് നമുക്ക് പറയാം. സമാപന സമ്മേളനമായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ യാത്ര ഉദ്ദേശിച്ച ലക്ഷ്യത്തിലെത്തിയിട്ടുണ്ടോ? നോക്കൂ, നമ്മുടെ ചോദ്യം ലക്ഷ്യം കണ്ടു എന്നാണ്. എനിക്ക് ലക്ഷ്യം കണ്ടില്ല എന്നും ലക്ഷ്യം കണ്ടു എന്നും 2 അഭിപ്രായം ഒരേ സമയമുണ്ട്. അത് വിചിത്രമായി തോന്നാം. ഞാനത് വിശദീകരിക്കാം. ഒന്നാമതായി എന്തുകൊണ്ടാണ് ഞാൻ വോട്ട് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി ഞാൻ ഈ യാത്രയിൽ ഇപ്പോൾ നേരത്തെ നികേഷ് സൂചിപ്പിച്ചതുപോലെ 6 ലക്ഷത്തോളം പരാതികൾ സർക്കാരിന് ലഭിച്ചിരിക്കുന്നു. അതൊരു വലിയ കാര്യമാണ്. അതിൽ നേരത്തെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നത് 15 ദിവസം കൊണ്ട് പരാതി പരിഹരിക്കുന്നതുണ്ട്, 30 ദിവസം കൊണ്ട് പരിഹരിക്കുന്ന പരാതികളുണ്ട്, 45 ദിവസം കൊണ്ട് പരിഹരിക്കുന്ന പരാതികളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ 34-ാമത്തെ ദിവസമാണ് നിൽക്കുന്നത്. അതിൻ്റെ കണക്കെടുപ്പുകളൊക്കെ മാധ്യമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. 10% മാത്രമേ പരിഹരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്, 15% എന്ന് പറയുന്ന മാധ്യമങ്ങളുണ്ട്. ഇത് വായിക്കോട്ടെ. ഏതായാലും ആ പരിപാടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ നടന്നു എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. ഈ പരാതികൾ സ്വീകരിക്കുന്ന കാര്യം നടന്നിട്ടുണ്ട്. അതിൻ്റെ പരിഹാരത്തിലേക്ക് ഒരു 10% എത്തിയിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു നേട്ടമായി കാണുന്ന ആളാണ് ഞാൻ. ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് നല്ലത് തന്നെയാണ് എന്ന് മാത്രവുമല്ല, വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി സമയം നമ്മൾ ഈ സർക്കാരിന് കൊടുക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എനിക്ക് ഈ പിണറായി വിജയൻ എന്നുള്ള ഭരണാധികാരിയിൽ ഒരല്പം വിശ്വാസമൊക്കെ ഉള്ള ആളാണ്. കാരണം അയാളൊരു ടാസ്ക് മാസ്റ്ററാണ്. സ്വാഭാവികമായും അയാൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പരിപാടിയിൽ വന്നിട്ടുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു മുൻകൈ വ്യക്തിപരമായി തന്നെ അദ്ദേഹം
എടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു പബ്ലിക് ഓഡിറ്റിങ്ങും ഈ കാര്യത്തിൽ നടക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സർക്കാരിനൊരു കാര്യം പറയാനുണ്ടാകണം ഒരു വർഷത്തിന് ശേഷം. അപ്പോൾ അതുകൊണ്ട് അത്തരം ഒരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ അർത്ഥത്തിൽ ഒരു ഭാഗികമായി നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ ഒരു വിജയം തന്നെയാണ്. എന്നാൽ അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ആ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? ആ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ കേരളത്തെ എങ്ങനെ ഞെരുക്കുന്നു എന്നത് പ്പെടുത്തുക, അതുകൊണ്ട് രൂപപ്പെട്ടിരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധിയെ വിശദീകരിക്കുക. ഇതായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയമായ ലക്ഷ്യം ഈ മന്ത്രിസഭാ യാത്രയുടെ. എങ്ങനെയാണ് ഈ രാഷ്ട്രീയ ലക്ഷ്യം കൈവരിച്ചു എന്ന് നമ്മൾ വിലയിരുത്തുന്നത്? നോക്കൂ, നമ്മുടെ അണികളെ ബോധ്യപ്പെടുത്തുന്നതിലൂടെ അല്ല ഈ രാഷ്ട്രീയ ലക്ഷ്യം കൈവരിക്കുക. മറിച്ച് പാർട്ടി അനുഭാവികളല്ലാത്ത എന്നാൽ നിഷ്പക്ഷമതികളായിട്ടുള്ള വിഭാഗങ്ങളെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിയുമ്പോഴാണ് അതൊരു രാഷ്ട്രീയ വിജയമായി മാറുക. ആ വിഭാഗത്തെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതിൻ്റെ കാരണം ഇപ്പം നോക്കൂ, ഇതിൻ്റെ ഒരു സംഘാടനം എങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ സദസ്സുകളെല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നു, അധ്യാപകരെ കൊണ്ടുവരുന്നു, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുന്നു, ബാങ്ക് ജീവനക്കാരെ കൊണ്ടുവരുന്നു, തൊഴിലുറപ്പുകാരെ കൊണ്ടുവരുന്നു, കുടുംബശ്രീക്കാരെ കൊണ്ടുവരുന്നു. ഇത് സംഘടിപ്പിക്കുകയാണ് ഈ സദസ്സ്. അത് പാർട്ടി മെഷീനറി നന്നായി വർക്ക് ചെയ്തിട്ട് വാഹനങ്ങളൊക്കെ ആയിട്ട് ഇവരെ എല്ലാം സംഘടിപ്പിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. അവിടെ ഈ കാര്യങ്ങളൊക്കെ വേണ്ടത്ര വിധത്തിൽ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. എങ്കിലും വിശദീകരിച്ചാൽ തന്നെയും നിങ്ങളത് വിശദീകരിക്കുന്നത് പാർട്ടി അണികൾക്ക് മുന്നിലാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിഷ്പക്ഷമായി നിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ആശങ്കകളുള്ള വിഭാഗങ്ങളെ വിശ്വാസത്തിലെടുക്കാനും അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താനും ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം കൈവരിക്കാനും കഴിയാതെ പോയി എന്ന് ഞാൻ പറയാൻ കാരണം, ആ വിഭാഗത്തിൽ ഇപ്പോൾ രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആശങ്ക എന്ന് പറയുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന മർദ്ദനങ്ങളാണ്, ജീവൻ രക്ഷാ പ്രവർത്തനങ്ങളാണ്. അവിടെ വെറുത്തു പോയിട്ടുണ്ട് ആളുകൾ. അവിടെയാണ് ആ ഇംപ്രഷൻ്റെ അപകടം വരുന്നതെന്നാണ് ഞാൻ ഭയക്കുന്നത്. കാരണം ഇപ്പോൾ നോക്കൂ, പൂച്ചട്ടിയും ഹെൽമെറ്റും കൊണ്ടുണ്ടായ ആക്രമണം, നമ്മളിതൊക്കെ ആവർത്തിക്കേണ്ടി വരുന്നതിനകത്തൊരു വിഷമമുണ്ട്. എങ്കിലും പറയാതെ വയ്യല്ലോ. പൂച്ചട്ടിയും ഹെൽമെറ്റുമായിട്ടുള്ള ആക്രമണം, കനാലിലേക്ക് ആളിനെ തള്ളിയിടുക, വികലാംഗരെ ആക്രമിക്കുക, വീട് കയറി തല്ലുക, ഗൺമാന്മാരിറങ്ങി അടിക്കുക, ഇത് ഞാൻ ആവർത്തിച്ച് പറയാൻ കാരണം ഇതെല്ലാമാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് വന്നിരിക്കുന്നത്. അതൊരു നിഷ്പക്ഷ വിഭാഗത്തിൽ ഉണ്ടാക്കുന്നൊരു ഇംപ്രഷനാണ്. അപ്പോൾ ഈ സർക്കാർ ഇറങ്ങി പുറപ്പെട്ടത് ഇതിനു വേണ്ടിയായിരുന്നു എന്നൊരു തോന്നൽ ആ വിഭാഗത്തിനിടയിൽ ഉണ്ടെങ്കിൽ ഈ യാത്ര ബുമറാങ് ചെയ്യുമെന്ന് പോലും ഞാൻ വിചാരിക്കുന്നു. അതൊരു പ്രതിച്ഛായ പ്രശ്നം ഈ സർക്കാരിന് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. എന്ന് മാത്രമല്ല, എന്തെല്ലാം തരത്തിലുള്ള കോടതി ഇടപെടലുകൾ ഈ സമയത്തുണ്ടായി. കുട്ടികളെ വെയിലത്തിറക്കി നിർത്തിയതിന് ബാലാവകാശ കമ്മീഷൻ കേസെടുത്തില്ലേ? അതേപോലെ ക്ഷേത്ര മൈതാനം വിട്ടുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിവാദം, അങ്ങനെ പലതരത്തിലുള്ള കോടതി ഉത്തരവുണ്ടല്ലോ. സ്കൂൾ ബസ്സുകൾ വിട്ടുകൊടുക്കരുത് എന്നുള്ള കോടതിയുടെ ഉത്തരവ്, ഇത്തരം തരത്തിലുള്ള കോടതി ഇടപെടലുകൾ, ഇതൊക്കെ ഞാൻ ഈ പറയുന്നത് എന്താ പറയുക, ഈ ബ്രിമ്മിൽ നിൽക്കുന്ന ആളുകളുണ്ടല്ലോ, അവിടെയുമില്ല ഇവിടെയുമില്ല എന്ന് പറയുന്ന നിൽക്കുന്ന ആളുകൾ, അവരെയൊക്കെ ഇത് വലിയ രീതിയിൽ സ്വാധീനിക്കും. പ്രത്യേകിച്ച് ഒരു മധ്യവർത്തി വിഭാഗം ആയിരിക്കും ഇതെല്ലാം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അനഭിലഷണീയങ്ങളായിട്ടുള്ള രണ്ട് പ്രവണതകൾ ഈ യാത്ര ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നാമത്, സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണം പിരിപ്പിച്ചു. നിങ്ങൾ ഈ പരിപാടിയുടെ സ്പോൺസർഷിപ്പ് സംഘടിപ്പിക്കാൻ ഏൽപ്പിച്ചത് ആരെയാണ്? ജില്ലാ കളക്ടർ മുതലുള്ള ആളുകളെയാണ്. ഈ ജില്ലാ കളക്ടർമാർ പണം പിരിക്കരുതെന്ന് കോടതി അവസാനം ഉത്തരവിട്ടിട്ടുള്ളതുകൊണ്ട് അതിന് തടസ്സം വന്നിട്ടുണ്ട്. പക്ഷേ ഈ സർക്കാർ ഉദ്യോഗസ്ഥരെ കൊണ്ട് പണം പിരിപ്പിച്ച് സർക്കാർ പരിപാടി നടത്തുന്നത് ശരിയായൊരു മാതൃകയല്ല, അതൊരു തെറ്റായ കീഴ്വഴക്കത്തെ ഉണ്ടാക്കി വെക്കും. കാരണം ഈ സർക്കാർ ഉദ്യോഗസ്ഥർ ആരിൽ നിന്നാണ് പണം പിരിക്കുന്നത്? സർക്കാരിൽ നിന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ഔദാര്യം പറ്റാൻ താല്പര്യമെടുത്ത് നിൽക്കുന്ന ആളുകളിൽ നിന്നാണ് ഈ പണം പിരിക്കുക. പിന്നീട് അവർക്ക് ആ വിട്ടുവീഴ്ചയോടുകൂടി തന്നെ ഈ ഉദ്യോഗസ്ഥർക്ക് പെരുമാറേണ്ടി വരുമെന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരെ വിട്ട് ഇത്തരം പരിപാടികൾക്ക് പണം സംഘടിപ്പിക്കരുതെന്ന് നേരത്തെ തന്നെ തീരുമാനമെടുത്തിട്ടുള്ളത്. അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, അതൊരു തെറ്റായ കീഴ്വഴക്കമാണ്. രണ്ട്, ഒരു സമാന്തര സേനയെ ഉണ്ടാക്കി ഈ യാത്ര. സമാന്തര സേന എന്ന് ഞാൻ പറയുന്നത് വീണ്ടും ആവർത്തിക്കുന്നു, DYFI ഇതിൻ്റെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തു, ക്രമസമാധാന ചുമതല ഏറ്റെടുത്തു. ആ രീതിയിലൊരു സൈനികവൽക്കരണം ഒരു യുവജന സംഘടന ഏറ്റെടുക്കുന്നത് ശരിയല്ല. അത് കേരളത്തിൽ തെറ്റായൊരു കീഴ്വഴക്കം ഉണ്ടാക്കി വെക്കും. അത് ഇപ്പം നമ്മൾ എന്താ പറയുന്നതെന്നറിയാമോ? നോർത്ത് ഇന്ത്യയിലൊക്കെ ഈ കൗ ലിഞ്ചിങ് എന്ന് പറയുന്ന പ്രശ്നമുണ്ട്, മോബ് ലിഞ്ചിങ് ഉണ്ടല്ലോ, ഈ കൗ വിജിലൻറ്റ് ഗ്രൂപ്പുകളുണ്ട്. അവരാരാണ്? അവരെന്ന് പറഞ്ഞാൽ ഈ ഗോസംരക്ഷണ സമിതി എന്ന് പറഞ്ഞ് കുറുവടിയായിട്ട് ഇറങ്ങി അങ്ങ് നടക്കുകയാണ്. ഒരു നിയമവും അവർക്ക് ബാധകമല്ല, അതിനെ എതിർക്കുന്നവരല്ലേ അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന ആളുകളെ അടിച്ച് കൊന്നിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ അടുത്ത ഘട്ടത്തിൽ ചർച്ച ചെയ്യാം. ഇതിപ്പോൾ അങ്ങനെ കണ്ടിട്ടില്ല എന്ന് വിചാരിക്കാൻ പറ്റില്ലല്ലോ. നമ്മുടെ എത്ര വിഷ്വലുണ്ട്. ഈ ജനങ്ങളിറങ്ങി ആളുകളെ അടിച്ച് എത്ര പേരെയാണ് കൊന്നിട്ടുള്ളത്. പിന്നെ ഈ പറയുന്ന അഫ്സാഫ് ആലം എന്നൊക്കെ പറയുന്ന എത്രയോ ആളുകളുടെ പേര് നമുക്കറിയാം. അപ്പോൾ ആയിക്കോട്ടെ. അപ്പോൾ ആ മോബ് ലിഞ്ചിങ്ങിന് ആളുകളെ നമ്മൾ എതിർക്കുന്നതുകൊണ്ടാണ് ജനങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അത് ഒരു സംഘവും ഇത്തരത്തിൽ ക്രമസമാധാന ചുമതലയൊന്നും ഏറ്റെടുക്കേണ്ട കാര്യമില്ല. അതിനെ നമ്മൾ എതിർക്കുന്നത് പോലെ തന്നെയാണ് ഇത്തരം വിജിലൻറ്റ് ഗ്രൂപ്പുകളൊന്നും കേരളത്തിൽ ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സമാന്തര സേനയെ രൂപപ്പെടുത്തി എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. ആ രണ്ട് അനഭിലഷണീയങ്ങളായിട്ടുള്ള പ്രവണതകൾ ഇത് ക്രിയേറ്റ് ചെയ്തു എന്ന ആശങ്കയാണ് എനിക്ക് ആദ്യഘട്ടത്തിൽ പറയാനുള്ളത്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം, ഞാൻ അനുകൂലമായി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. അതെന്താണ്? LDFൻ്റെ മിഷണറിയെ, അതുപോലെ തന്നെ CPMൻ്റെ മിഷണറിയെ വളരെ ശക്തമായി
പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളത് അതിൽ പൂർണ്ണമായും വിജയിച്ചിട്ടുണ്ട്. 7 വർഷമൊക്കെ ഭരണത്തിലിരിക്കുമ്പോൾ സ്വാഭാവികമായും ഒരു പാർട്ടി മെഷീനറിക്ക് ഉണ്ടാകുന്ന ആലസ്യത്തെയൊക്കെ മാറ്റിവെച്ച് ഈ പാർട്ടി പ്രവർത്തകരെല്ലാം ശക്തമായിട്ടിറങ്ങി ഈ പരിപാടികൾ അതത് മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വിജയിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അർത്ഥത്തിൽ LDFിൻ്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്യം കണ്ടിട്ടുണ്ട്, അതിനകത്തൊരു സംശയവുമില്ല. എന്ന് മാത്രവുമല്ല, ഇതിലൊരു വേറൊരു ഇഫക്റ്റ് കൂടെ ഉണ്ട്. ഈ ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം ഇവിടെ പ്രാവർത്തികമായിട്ടുണ്ട്. ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്ന കണക്ക് കോൺഗ്രസും ഉഷാറായിരുന്നേ. കോൺഗ്രസും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ വളരെ ഉഷാറായി പ്രവർത്തിച്ചു. അപ്പോൾ പ്രതിപക്ഷത്തെയും വളരെ സജീവമാക്കുന്ന ഒരു പരിപാടിയായിട്ട് ഇത് മാറിയിട്ട് നല്ലതാണ് കേട്ടോ. നല്ലൊരു ആക്റ്റീവായ പ്രതിപക്ഷം ഉണ്ടാകുന്നത് നല്ലതാണ്. ആ അർത്ഥത്തിൽ ഈ പറയുന്ന ചത്തുകിടന്ന പ്രതിപക്ഷത്തെ തട്ടിയല്ല അടിച്ചുണർത്താൻ കൂടി ഈ പറയുന്ന പരിപാടിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ എൻ്റെ വിലയിരുത്തൽ. ഓക്കെ, ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ട പല പോയിന്റ്സും ഇതിനകം തന്നെ കവർ ചെയ്ത് പോയതുകൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല. നവകേരള സദസ്സ് ലക്ഷ്യം കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നവകേരള സദസ്സ് ഉദ്ദേശിച്ച ലക്ഷ്യം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. നവകേരള സദസ്സിലൂടെ ഉദ്ദേശിച്ചത് ഉണ്ണിസാർ പറഞ്ഞതുപോലെ തന്നെ, അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത് ആ ചോദ്യത്തിലുള്ള ഉത്തരമാണോ എന്ന്. അതായത് നവകേരള സദസ്സിലൂടെ സർക്കാർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് നടന്നിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ജനത്തിന് മുന്നിൽ അവതരിപ്പിച്ച ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം നടന്നിട്ടുമില്ല. അതായത് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളിലേക്ക് ഒരു മന്ത്രിസഭ ഇറങ്ങിച്ചെല്ലുന്നു. സഞ്ചരിക്കുന്ന മന്ത്രിസഭ 140 മണ്ഡലങ്ങളിലൂടെയും എത്തി അവിടെയുള്ള എല്ലാ ജനങ്ങളെയും കണ്ട് എല്ലാ ജനങ്ങളുടെയും പരാതികൾ സ്വീകരിച്ച്, ഇപ്പോൾ നികേഷ് സാർ കൃത്യമായി സൂചിപ്പിച്ചതുപോലെ തന്നെ 6 ലക്ഷത്തിലധികം പരാതികൾ എന്ന് പറയുന്നത് ഒരു വലിയ സംഖ്യയാണ്. കേരളത്തിലുടനീളമുള്ള അശരണരായ മനുഷ്യർ തങ്ങളുടെ ആശയും പ്രത്യാശയും എല്ലാം ഈ സർക്കാരിൽ വെച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന പരാതികളാണ്. പക്ഷേ ആ പരാതികൾ ആ കടലാസിനപ്പുറം എത്ര നീങ്ങുമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. ഈ 6 ലക്ഷം പരാതികളിൽ എത്ര എണ്ണം പരിഹരിക്കാനായി ഇനിയുള്ള 2.5 വർഷക്കാലത്തിനിടയിൽ മുൻകൈ എടുക്കുമെന്നുള്ളത് നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ അറിയാൻ കഴിയും. ഇപ്പോൾ തന്നെ അതിൽ ചെയ്യില്ല എന്നൊന്നും ഞാൻ മുൻകൂട്ടി അല്ലെങ്കിൽ അങ്ങനെ ഒരു മുൻവിധിയോടുകൂടിയൊന്നും ഞാൻ പിണറായി സർക്കാരിനെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഈ നവകേരള സദസ് തുടങ്ങുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു, നവകേരള സദസ് നാടിന് വേണ്ടിയാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്താണ് ഈ 1 മാസം പൂർത്തിയാക്കിയപ്പോൾ നവകേരള സദസ്സിൽ നിന്ന് ജനത്തിനുള്ള റിട്ടേൺ? ജനം കണ്ടതെന്താണ്? ഈ നവകേരള സദസ്സിലെത്തിയ പരാതികൾ പരിഹരിക്കുന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നവകേരള സദസ്സിലെത്തിയ പരാതികൾ എങ്ങനെയാണ് ഞങ്ങൾ അത് തീർക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ചൊന്നും ആയിരുന്നില്ല ഈ സദസ്സിലുടനീളം പറഞ്ഞു പോയത്. അടിയും തിരിച്ചടിയുമാണ്. ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് എത്തിയത് അടിയും തിരിച്ചടിയുമാണ്. നൂതന ആശയങ്ങൾ പങ്കുവെക്കുന്ന പ്രഭാത സദസ് എന്ന് പറഞ്ഞ് നവകേരള സദസ്സിന്റെ പോർട്ടലിൽ ഞാൻ ഇന്നും കയറി നോക്കി. ഓരോ സ്ഥലത്തെയും നവകേരള സദസ്സിന്റെ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിലും എഴുതി വെക്കുന്ന കാര്യങ്ങളിൽ എന്താണ് അതിൽ പുതുമയുള്ളത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ആശയങ്ങൾ പങ്കുവെച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല. ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന രീതിയിലേക്കൊരു പ്രവർത്തന രീതി രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു ഉത്തരവാദിത്തമുള്ള സർക്കാർ ചെയ്യേണ്ടത്. അതിന് പകരം ആശയങ്ങൾ പങ്കുവെക്കുന്ന, നമ്മളൊക്കെ ഇരുന്ന് ആശയങ്ങൾ പങ്കുവെക്കാറുണ്ടല്ലോ, അപ്പോൾ ആശയങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു കൈമാറ്റത്തിനായി ഒരു മന്ത്രിസഭ സഞ്ചരിക്കേണ്ട ആവശ്യകത എന്തായിരുന്നു എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ജനത്തിന് എന്താണ് അവിടെ പ്രയോജനം കിട്ടിയത്? സർവ്വതല സ്പർശിയായ വികസനം അതെങ്ങനെയാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്? അതേക്കുറിച്ചൊക്കെ എന്താണ് ഈ യോഗങ്ങളിലുടനീളം പറഞ്ഞു പോയത്? അതൊക്കെ ജനം കാത്തിരിക്കുകയായിരുന്നു. ഈ ലക്ഷക്കണക്കിന് പരാതി ശേഖരിച്ചിട്ട് ഈ പരാതിയൊക്കെ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ പരാതികൾ ശേഖരിച്ചിട്ട് അത് റിട്ടേൺ ആണ്. അത് എവിടെയാണോ പരിഹരിക്കേണ്ടത് അവിടേക്ക് റിട്ടേൺ ആണ്. അല്ലാതെ അതിനകത്തൊന്നും മുൻകൈ എടുക്കാനൊന്നും പോവുകയല്ല. റിട്ടേൺ ആണ് അത് പോകുന്നത്. ഈ ലക്ഷക്കണക്കിന് പരാതി ശേഖരിച്ചു എന്ന് പറയുന്നത് ഈ പരാതി ശേഖരണത്തിനായി ഒരു മന്ത്രിസഭ മുഴുവൻ സെക്രട്ടേറിയറ്റ് വിട്ട് ഇങ്ങനെ പോകേണ്ടിയിരുന്നു എന്ന ചോദ്യം ജനം തിരിച്ചു ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ല. പിന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ അല്ലെങ്കിൽ ഈ മന്ത്രിസഭ തിരുവനന്തപുരം വിട്ടുപോയാലും കേരളത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് ജനത്തിന് ബോധ്യപ്പെട്ടു. മന്ത്രിസഭ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം കാര്യങ്ങൾ ഉദ്യോഗസ്ഥർ കൃത്യമായി നടത്തുന്നുണ്ട് എന്നതും ഇവിടെ വ്യക്തമായ ഒരു കാര്യമാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സദസ്സിലൂടെ എക്സ്പോസ് ആയത് പ്രധാനമായും ഇതിലെ രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. കേരളത്തെ കലാപഭൂമിയാക്കിയാലും ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നടപ്പാക്കും എന്നുള്ള ഒരു യുദ്ധ പ്രഖ്യാപനമാണ് ഈ യാത്രയിൽ ഉടനീളം കണ്ടത്. കാരണം കരിങ്കൊടി വീശുന്നവരെ തല്ലിച്ചതയ്ക്കുന്നവരെ ആ തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടില്ല, അവർ ചാടി വീഴുന്നത് മാത്രമാണ് കണ്ടതെന്നുള്ള ആദ്യത്തെ നുണ. രണ്ടാമത്തെ നുണ മുഖ്യമന്ത്രി പറഞ്ഞത് തൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ പുറത്തിറങ്ങി തല്ലിച്ചതയ്ക്കുന്നത് ഞാൻ കണ്ടില്ല എന്ന് പറയുന്ന രണ്ടാമത്തെ നുണ. അങ്ങനെ നുണയനാണ് മുഖ്യമന്ത്രി എന്നതും ജനങ്ങൾ കണ്ടു. നവകേരള സദസ്സിലൂടെ അതും ജനത്തിന് ബോധ്യപ്പെട്ട കാര്യമാണ്. പിന്നെ കരിങ്കൊടി ഉയർത്തിക്കഴിഞ്ഞാൽ ഉടനെ ആ പ്രവർത്തകരെയൊക്കെ ഓടിക്കുന്നതിനായി ഡിവൈഎഫ്ഐയുടെ ഒരു സ്ക്വാഡ്, ഗുണ്ടാ സ്ക്വാഡ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം, അത് ശരിയാണ് എന്നുള്ളത് ജനത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. ദൃശ്യങ്ങളടക്കം ആളുകളുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്തത്. ഈ സുരക്ഷാ ഭടന്റെ ലാത്തിപ്രയോഗം ഇങ്ങനെയൊക്കെയുള്ള ആളുകളെയും കൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതാണ് എന്നത് കൃത്യമായി എക്സ്പോസ് ആയിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ഗുണ്ടായിസം നടത്തുന്ന ഒരു പാർട്ടി
പാർട്ടിയും സർക്കാരും എക്സ്പോസ് ആയി എന്നുള്ളത് ഈ നവകേരള സദസ്സിന്റെ ഒരു നവകേരള സദസ് അവശേഷിപ്പിക്കുന്ന ഒരു ബാക്കി പത്രമാണ് എന്നുള്ളത് ഈ സമാപിക്കുന്ന ദിവസം കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച 4 മണ്ഡലങ്ങളിലെ പരിപാടി ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളിലെ എല്ലാ പരിപാടികളും വെച്ച് നോക്കുമ്പോൾ ഈ കലാപം തന്നെയാണ് അതിൽ ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യം നേടിയത്. അതിൽ എടുത്തു പറയേണ്ട മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കുട്ടികളെ കാത്തു നിർത്തിയത്, വെയിൽ കൊള്ളിച്ചത്, ഇതിനെല്ലാം ന്യായീകരണത്തിന് ഒരു ഭാഗത്ത് ആളുകളെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കാത്തു നിർത്തിയതിനൊരു ന്യായം, മതിൽ പൊളിച്ചതിന് മറ്റൊരു ന്യായം, വേദി മാറ്റുന്നതിന് മറ്റൊരു ന്യായം. അങ്ങനെ ഒരു ന്യായീകരണ സദസ്സായി ഇത് മാറിയോ എന്നും ഞാൻ ന്യായമായും സംശയിക്കുന്നുണ്ട്. കാരണം ന്യായീകരണമായിരുന്നു ഈ സദസ്സിലെ ഓരോ പ്രസ്താവനകളിലും അല്ലെങ്കിൽ ഓരോ മറുപടിയിലും മുഖ്യമന്ത്രിയിൽ നിന്നും പ്രധാനമായും നമ്മൾ കേട്ടത്. മന്ത്രിമാരും ദിവസവും ന്യായീകരിക്കുകയാണ്. അപ്പോൾ നവകേരള ന്യായീകരണ സദസ്സായിരുന്നു ഈ ദിവസങ്ങളിൽ കടന്നുപോയപ്പോൾ നമ്മൾ കണ്ടത് എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ കണ്ടതാണ്. അപ്പോൾ നാടിനു വേണ്ടി, ജനങ്ങൾക്ക് വേണ്ടി ഈ പരാതി ശേഖരണത്തിനപ്പുറം, സ്വയം എക്സ്പോസ് ആകുന്നതിനപ്പുറം എന്താണ് ചെയ്തത് എന്നുള്ളതിന്റെ ഉത്തരം പറയേണ്ടത് സർക്കാരാണ്. അതിനിയുള്ള ദിവസങ്ങളിൽ പ്രവൃത്തിയിലൂടെയാണ് കാണിച്ചു തരേണ്ടത് എന്നുള്ളതാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. അവസാനിപ്പിക്കുകയാണ്. ഭരണവിരുദ്ധ വികാരം എന്നൊന്ന് കേരളത്തിലുണ്ട് എന്ന് വ്യക്തമാക്കിയ ഒരു യാത്രയായിരുന്നു ഇത്. അല്ലെങ്കിൽ ഇത്രയും പരാതികൾ, ഇത്രയും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, 6 ലക്ഷത്തോളം പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അത് നേരത്തെ കൊടുത്ത 10 ലക്ഷത്തോളം പരാതികൾക്ക് പുറമെ 6 ലക്ഷം കൂടി ഇരിക്കുകയാണ്. 10 ലക്ഷത്തോളം ഫയലുകൾ ഇനി തീർപ്പാക്കാനുണ്ട് എന്നുള്ളതാണ് നേരത്തെ വന്ന ഒരു കണക്കിലും പ്രതികരണത്തിലും ഒക്കെ കണ്ടത്. ഇപ്പോൾ അതിൽ കുറെ പരിഹരിച്ചിട്ടുണ്ടാകും. എങ്കിലും ഇത്രയും പരാതിയുള്ള മനുഷ്യരെ കണ്ടെത്താൻ ഈ യാത്രയ്ക്ക് കഴിഞ്ഞു എന്നുള്ളത് ഒരു നല്ല കാര്യം തന്നെയാണ്. ഒരു പ്രതിച്ഛായ നിർമ്മിതിക്കാണ് ലക്ഷ്യമിട്ടത്. പക്ഷേ പ്രതിച്ഛായ അടപടലം പാളി എന്നുള്ളതാണ് ഈ യാത്ര അവസാനിക്കുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. ഡോക്ടർ അരുൺ, എനിക്ക് ഈ ലഘൂകരണ യുക്തിയോട് തീരെ യോജിപ്പില്ല. പക്ഷേ ഇതിൽ അടിസ്ഥാനമായ 1-2 കാര്യങ്ങൾ കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. എന്താണ് ഈ പ്രഭാത ഭക്ഷണ യോഗത്തിൽ ചർച്ച ചെയ്തത്? ഞാൻ ഈ 140 മണ്ഡലങ്ങളിലൂടെയുമുള്ള യാത്രയിൽ കഴിഞ്ഞ ഏകദേശം 20-28 പ്രഭാത യോഗങ്ങളുണ്ടായിരുന്നു. ബാക്കിയെല്ലാം ക്യാബിനറ്റ് യോഗങ്ങളായിരുന്നു. ആ 28-30ഓളം വരുന്ന ക്യാബിനറ്റ് പ്രഭാത ഭക്ഷണ യോഗത്തിന് ശേഷം ഒരു പ്രസ് റിലീസ് പുറത്തിറക്കും. ആ പ്രസ് മീറ്റ് ശേഷമായിരിക്കും അത് ഇറക്കുക. ആ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ സൂക്ഷ്മമായി പഠിക്കുകയായിരുന്നു ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ. അതിൽ ഒട്ടേറെ ആശയങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഉദാഹരണത്തിന് ഞാനൊരു ഉദാഹരണം മാത്രം പറയാം. ഇന്നത്തെ പ്രസ് റിലീസിൽ പറഞ്ഞിരിക്കുന്ന പ്രഭാത ഭക്ഷണ യോഗത്തിലെ ചർച്ചകളിൽ ഉരുത്തിരിഞ്ഞിരിക്കുന്ന ആശയങ്ങൾ, ആഗോള കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ പ്രത്യാഘാതങ്ങൾ കേരളം അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെ ഇതിനെ നേരിടാം എന്നതിനെക്കുറിച്ച് TK നായർ, അതായത് മുൻ പ്രധാനമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയായ TK നായർ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. 2070 കാർബൺ രഹിത രാജ്യമാക്കാനുള്ള ശ്രമങ്ങൾ അതിവിടെ നമ്മൾ ആരംഭിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അവിടെ ചർച്ചയാക്കപ്പെടുന്നു. കൂടുതൽ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ രീതിയിലേക്ക്, മാറ്റത്തിന് വേണ്ടുന്ന രീതിയിലേക്ക് ഒരു പോളിസി നമ്മൾ രൂപീകരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ നടക്കുന്നു. മറ്റൊരു ശ്രദ്ധേയമായ കാര്യം, ടീച്ചേഴ്സ് സർവീസ് കമ്മീഷൻ രൂപീകരിക്കണം. പ്രധാനപ്പെട്ട അതൊരു അധ്യാപകനാണ്, ഉമ്മൻ എന്ന് പറയുന്ന നമ്മുടെ വളരെ പ്രഗത്ഭനായ ഒരു അധ്യാപക വിദഗ്ധനാണ് ഈ കാര്യം ഈ പ്രഭാത ഭക്ഷണ യോഗത്തിൽ പറയുന്നത്. ഇങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ ഇന്നോവേറ്റീവായ, വളരെ ക്രിയാത്മകമായിരിക്കുന്ന ആശയങ്ങൾ പ്രഭാത ഭക്ഷണ യോഗത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലം നാളെ രാവിലെ അല്ല നമ്മൾക്ക് ലഭ്യമാവുക. അതാണ് ഞാൻ പറഞ്ഞത്, ഈ ലഘൂകരണ യുക്തി എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഒരു കാര്യം ഒരു നിമിഷം സുജയ പാർവതി, ഒരു നിമിഷം ഞാൻ ആറ്റിങ്ങലിലെ കാര്യം തന്നെയാണ്. രണ്ടാമത് പറഞ്ഞു തീർത്തതിന് ശേഷം സുജയ്ക്ക് ഇടപെടാം. അപ്പോ ഈ പ്രഭാത ഭക്ഷണ യോഗത്തിൽ അങ്ങനെ ക്രിയാത്മകമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടാവുന്നു. ആ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യപ്പെടാനായി ഇതൊരു വികസന രേഖയാണ്, ഇതൊരു ആശയ സ്വരൂപമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനിതിനെ അനുകൂലിക്കുന്നത് പ്രഭാത ഭക്ഷണ യോഗത്തിൽ നടന്നിരിക്കുന്ന ആശയങ്ങളുടെ രൂപീകരണം. നമുക്ക് വേണ്ടത് പുതിയ പുതിയ ഐഡിയകളാണ്, ഇന്നോവേറ്റീവ് ഐഡിയ വരണം. ആ ഐഡിയ വന്നാൽ നാളെ ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതല്ല, അതിനൊരു പ്രോസസിംഗ് ഫേസിലൂടെ കടന്നു പോകണം. അതിനെ ഒരു പോളിസിയാക്കി മാറ്റണം. പോളിസിയെ പിന്നീട് ഒരു പ്ലാനാക്കി, പ്രോജക്റ്റാക്കി, എക്സിക്യൂട്ട് ചെയ്യുന്ന ഓർഡറാക്കി മാറ്റിയാണ് അത് നടപ്പിൽ വരുത്തുക. ഇതാണ് അതിന്റെ രീതി. അപ്പൊ ഈ രീതി അറിയാതെ എന്ത് സംഭവിച്ചു 36 ദിവസത്തിനുള്ളിൽ എന്ന് ചോദിക്കുന്നത് രാഷ്ട്രീയമായിട്ടുള്ളൊരു ധാരണയില്ലായ്മയാണ്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഈ പ്രതിച്ഛായയെ ബാധിക്കുന്ന തരത്തിലുള്ള ചില സെൽ ഭരണം എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലുള്ള ചില അതിക്രമങ്ങൾ കണ്ടു. അത് യഥാർത്ഥത്തിൽ ഈ യാത്ര തന്നെ നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ്. സച്ചിദാനന്ദ മാഷ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, തുടർച്ചയായി 2 വട്ടം അധികാരത്തിലിരുന്നാൽ എല്ലാ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭകൾക്കും സംഭവിക്കാവുന്ന പ്രശ്നം അവർ അധികാരത്തിൽ അവരുടെ പ്രത്യയശാസ്ത്രത്തെ തന്നെ ദുർബലമാക്കുമെന്നുള്ളതാണ്. കുഞ്ഞമ്മൻ സാറ് ഈ അംബേദ്കറിന്റെ പ്രഭാഷണ സമാഹാരത്തിന്റെ ആമുഖത്തിൽ പറയുന്നൊരു വാചകമുണ്ട്, ഏതൊരു പ്രത്യയശാസ്ത്രത്തെയും സ്ഥാപനത്തെയും ദുർബലമാക്കുന്നത് എന്താണ്? അതിന്റെ വിശ്വാസികളാണ്.
എന്നാൽ പ്രത്യയശാസ്ത്രത്തെയും ആ സ്ഥാപനത്തെയും ശക്തമാക്കുന്നതാവട്ടെ അതിന്റെ എതിരാളികളുമാണ്. അപ്പോൾ ആ വിശ്വാസികൾ ആ പ്രത്യയശാസ്ത്രത്തെയും സ്ഥാപനത്തെയും ദുർബലമാക്കുന്നു എന്നതിന്റെ ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു. അതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്റ്റീവായി ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത് ഭാഗികമായാണ് ലക്ഷ്യം കണ്ടത് എന്നാണ്. ഇനി നിങ്ങൾക്ക് ഇടപെടാം. നോക്കൂ, സർ, ഒറ്റ കാര്യം പറഞ്ഞോട്ടെ. ഈ പ്രഭാത സദസ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ഇക്കാര്യത്തിൽ വസ്തുതാവിരുദ്ധമായ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പോകരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഡോക്ടർ അരുൺ ഞാനതിൽ ഇടപെടുന്നത്. അങ്ങ് സൂചിപ്പിച്ചത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ, ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ മണ്ഡലത്തിലായിരുന്നു പ്രഭാത സദസ്സ്. പരിപാടി നടന്നത് ആറ്റിങ്ങൽ പൂജ കൺവെൻഷൻ സെന്ററിലാണ്. ആ പ്രഭാത യോഗത്തിൽ ഉയർന്ന ആശയങ്ങൾ, അത് ആശയ രൂപീകരണം നല്ലതാണ്, നമ്മളിങ്ങനെ വട്ടത്തിലിരുന്ന് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അത് ഇതുവരെ ഉയരാത്ത നൂതനമായ ആശയങ്ങളാകുമ്പോഴാണ് അതിന്മേൽ നടക്കുന്ന ചർച്ചയ്ക്ക് ഒരു പ്രാധാന്യം ലഭിക്കുക. ഇതിൽ ഉയർന്ന ചില നിർദ്ദേശങ്ങൾ, തൊഴിൽ മേഖലയിൽ സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഇങ്ങനെ പുകഴ്ത്താനുള്ള സദസ്സല്ല അത്. പ്രഭാത സദസ്സ് എന്ന് പറയുന്നത് ആശയങ്ങൾ കേൾക്കാനും നൂതനമായ ആശയങ്ങൾ അവതരിപ്പിക്കാനും ചർച്ച ചെയ്യാനുമുള്ളതാണെങ്കിൽ അവിടെ പുകഴ്ത്തലല്ല നടക്കേണ്ടത്. ഇത് പിണറായി വിജയനെ പുകഴ്ത്തുന്നതിനായി കുറെ പേരെ കൊണ്ടുവന്നിരുത്തുന്നത് പോലെയുള്ള ചർച്ചയായി മാറിയിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. കൂടുതൽ അതുപോലെ തന്നെ ഡയാലിസിസ് രോഗികൾക്കുള്ള സൗജന്യ ഡയാലിസിസ്, അതൊക്കെ നിവേദനങ്ങളിൽ വരുന്ന കാര്യമാണ്. അതും ഈ പ്രഭാത സദസ്സ് വഴിയാണ് വരുന്നത്. KSEB മുഖേന നടത്തുന്ന സൗര പദ്ധതിയുടെ ഗ്രിഡുകൾ അപ്ഗ്രേഡ് ചെയ്യുക, ഇങ്ങനെ വളരെ സാങ്കേതികമായി തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം ഈ യോഗത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. പിന്നെ സിനിമാ മേഖലയിൽ നിലനിൽക്കുന്ന നികുതികൾ, വിനോദ ഞാൻ ചോദിക്കുന്നത് ആറ്റിങ്ങലിനെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ബാധിക്കുന്ന എന്തൊക്കെ പ്രശ്നങ്ങളാണ് പ്രഭാത സദസ്സ് വന്നത്? ഒന്നും വന്നിട്ടില്ല. എന്ത് പ്രഭാത സദസ്സാണിത്? ഒന്നും ഭക്ഷണം കഴിക്കാനല്ലത്. ഒരു മിനിറ്റ് ഡോക്ടർ അരുൺ. അതായത് ഞാൻ അരുണിനെ പോലെ 140 മണ്ഡലങ്ങളിലൊന്നും പോയിട്ടില്ല, പക്ഷെ ഒരു പ്രഭാത പരിപാടിയിലും ഞാനും പങ്കെടുത്തിട്ടുണ്ട്. ആരാണ് ഈ പൗരപ്രമുഖർ? ഈ പൗരപ്രമുഖർ എന്ന് പറയുന്ന വ്യാഖ്യാനം എനിക്ക് തോന്നുന്നത് വല്ലാതെ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. നോക്കൂ, സാധാരണ ജനങ്ങളുടെ പ്രതിനിധികളാണ് അവിടെ വരുന്നത്. ഭിന്നശേഷിക്കാരുടെ, പലതരം രോഗാവസ്ഥയുള്ളവരുടെ, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരുടെ, തൊഴിലാളി സംഘടനകളുടെ, ഇവരുടെയൊക്കെ ഒരു പ്രതിനിധികളാണ് വരുന്നത്. സാധാരണ പ്രശ്നങ്ങളാണ് അവിടെ ചർച്ച ചെയ്യുന്നത്. അവർക്കൊരു നിശ്ചിത സമയം കൊടുക്കുന്നു. അപ്പോൾ എന്താണോ പിന്നീട് വരുന്ന മണിക്കൂറുകളിൽ ലഭിക്കുന്ന പരാതി, അതിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് ഈ സാധാരണക്കാരുടെ പ്രതിനിധികൾ ഈ പ്രഭാത സദസ്സിൽ പൗരപ്രമുഖർ എന്നുള്ള നിലയിൽ അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നത്. ബാക്കി അനുഭവം എന്താണെന്നുള്ള ഡോക്ടർ അരുണിന് വിശദീകരിക്കാവുന്നതാണ്. നേരത്തെ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പൂർത്തിയാക്കാൻ പറഞ്ഞോളൂ അരുൺ. അല്ലല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ഞാൻ ഈ ഓരോന്നിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കുറിച്ചെടുത്തിട്ടുണ്ട്. അതിൽ ഇതുവരെ ഇല്ലാതിരുന്ന കാര്യങ്ങൾ, ഞാൻ തന്നെ പ്രാഥമികമായ നിരീക്ഷണത്തിൽ പോലും ഒരു 10ഓ 30ഓ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്ന് ക്രോഡീകരിക്കാൻ എനിക്ക് തന്നെ സാധിച്ചിട്ടുണ്ട്. അതൊരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ക്രോഡീകരിച്ച ആശയങ്ങളാണ്. അതുകൊണ്ട് ഇത് പൂർണ്ണമായും വാഴ്ത്തുപാട്ടുകളാണ് എന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ കൊണ്ടാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ ദിവസത്തെ ആറ്റിങ്ങലിലെ കാര്യം മാത്രത്തിൽ പറഞ്ഞത് 3 പ്രധാനപ്പെട്ട ആശയങ്ങളെങ്കിലും നമുക്ക് ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കും. അങ്ങനെയാണ് മുന്നോട്ട് പോവുക. ജനങ്ങളിൽ നിന്ന് ആശയം സ്വീകരിക്കുമ്പോൾ എല്ലാവരും ആശയമായി വന്ന് 12 ആശയങ്ങൾ കൊടുക്കുക, നാളെ രാവിലെ നടപ്പിലാക്കുക എന്നുള്ളതല്ല. അതിനോട് അനുകൂലമായി പ്രതികരിച്ചവരുണ്ട്, പ്രതികൂലമായി സംസാരിക്കുന്നവരുണ്ടാവും. ഇത് പോരാ എന്ന് പറഞ്ഞവരാണ് അധികം ആളുകൾ. അതുകൊണ്ട് ഇത് മെച്ചപ്പെടുത്തണം എന്ന് പറയുന്നതും ഒരു ഫീഡ്ബാക്ക് ആണ് എന്നതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ഇത് വാഴ്ത്തുപാട്ടാണ്, പ്രഭാത സദസ്സ് വാഴ്ത്തുപാട്ടാണ് എന്നുള്ളതും ഒപ്പം തന്നെ ഈ പരാതികളൊന്നും പരിഹരിക്കാൻ പോകുന്നില്ല എന്നുമാണ് പിണറായി വിജയന്റെ രാഷ്ട്രീയ എതിരാളികൾ കരുതുന്നത് എങ്കിൽ നല്ല നമസ്കാരം എന്നേ പറയാനുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ആ നിലയിലുള്ള ഒരു ഗൃഹപാഠം അവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചെയ്യാൻ പോകുന്നില്ല എന്ന് വേണം കരുതാൻ. അത് അഡ്വാൻറ്റേജ് പിണറായി എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കും, അഡ്വാൻറ്റേജ് CPM എന്നുള്ള സ്ഥിതി. നേരത്തെ ഞാൻ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞു കോൺഗ്രസ് ഉഷാറായി എന്നുള്ളതാണ്. നോക്കൂ, ആ വിലയിരുത്തൽ എത്ര കണ്ട് ശരിയാണ് എന്ന് ശ്രീ ഉണ്ണി താങ്കൾ തന്നെ ശ്രദ്ധിച്ചു നോക്കണം, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയിൽ. യഥാർത്ഥത്തിൽ ഈ പറയുന്ന നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് UDF ഒറ്റക്കെട്ടായിരുന്നില്ല. ലീഗ് അവിടെ ഇല്ല. ലീഗ് വ്യത്യസ്തമായ ഒരു നിലപാടും എടുത്ത് മാറി നിൽക്കുകയായിരുന്നു എന്നുള്ളത് കാണണം. നോക്കൂ, ഈ കഴിഞ്ഞ 34 ദിവസത്തിനുണ്ടായിട്ടുള്ള രാഷ്ട്രീയ പ്രക്രിയ, ഇനി കോൺഗ്രസിലേക്ക് തന്നെ പോയാൽ, കോൺഗ്രസ് മാത്രം എടുത്താൽ, ഈ രാഷ്ട്രീയ പ്രക്രിയക്കിടയിൽ കോൺഗ്രസ് വലിയ നിലയിൽ പിന്നോട്ട് പോയിട്ടുണ്ട്. ബോധപൂർവമോ അല്ലെങ്കിൽ ഒരുപക്ഷെ ബോധപൂർവമല്ലാതെയോ ചിലപ്പോൾ ഗവർണർ
CPM എന്നുള്ള ഒരു ദ്വന്ദ്വം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള വലിയ സംഘർഷം ഇവിടെ ഉണ്ടായിരുന്നു. അവിടെ കോൺഗ്രസ് എടുത്തിട്ടുള്ള നിലപാട് എന്താണോ മധ്യപ്രദേശിൽ എടുത്തിട്ടുള്ള നിലപാട്, അതിന് തിരിച്ചടി കിട്ടിയിട്ടുള്ളത് സമാനമായിട്ടുള്ള നിലപാടാണ് കേരളത്തിലെ കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. അവർക്ക് യഥാർത്ഥത്തിൽ പൊളിറ്റിക്സ് ഇല്ലായിരുന്നു ഇക്കഴിഞ്ഞ 34 ദിവസങ്ങളിലായി. ഇന്ന് നടന്നിട്ടുള്ള അടി പോലും യഥാർത്ഥത്തിൽ കെ സുധാകരൻ അനുകൂലികൾ നേരത്തെ ചെന്ന് അവിടെ ചെന്നുണ്ടാക്കിയതാണ്. വി ഡി സതീശൻ പ്രസംഗിക്കുന്നതൊന്നും അവർക്ക് പ്രശ്നമല്ല. അവർക്ക് സുധാകരൻ പ്രസംഗിച്ചു കഴിഞ്ഞു, പിന്നെ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പട്ടികയേറാണ്. പോലീസ് എക്സസ് കാണിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ ആ പട്ടികയേറ് നേരത്തെ തുടങ്ങേണ്ട കാര്യം എന്താ? വി ഡി സതീശൻ അവിടെ പ്രസംഗിക്കുന്നില്ലേ? രമേശ് ചെന്നിത്തല ബാക്കി പ്രസംഗിക്കാനില്ലേ? അപ്പോൾ ആ നിലയിലുള്ള ഒരു കാത്തുനിൽക്കൽ പോലും അവിടെ ഉണ്ടായില്ല എന്നുള്ളതാണ്. മൂന്നാമത്തേത് ഈ അക്രമമാർഗം. ശരിയാണ്, നമ്മൾ ഈ ചെടിച്ചട്ടി കൊണ്ട് അടിക്കുന്നതോ അല്ലെങ്കിൽ ഹെൽമെറ്റ് കൊണ്ട് അടിക്കുന്നതോ കനാലിൽ തള്ളിയിടുന്നതോ വയർലെസ് കൊണ്ട് അടിക്കുന്നതിനോ ഒന്നും ന്യായീകരിക്കാനാവില്ല. പക്ഷേ എന്താ സാധാരണഗതിയിൽ സംഭവിക്കാറുള്ളത്? ഇത്തരത്തിൽ CPM പോലുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്വാഭാവികമായും നാട്ടിലുള്ള സ്വാധീനം ഉപയോഗിച്ച് അവരെന്ത് വിചാരിക്കുന്നു? പിണറായി വിജയൻ്റെ മാർച്ചിനെ തടയാൻ വരികയാണ്, അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ വണ്ടിക്കടിയിൽപ്പെട്ട് വേറൊരു രീതിയിലുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി അവരിറങ്ങി. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവൊക്കെ അതിനകത്തുണ്ടാവും. പക്ഷെ അത് മൊത്തത്തിൽ ഈ നവകേരള സദസ്സിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള ഒരു വിശ്വാസം യഥാർത്ഥത്തിൽ ഒരു ലോങ് റണ്ണിൽ, ഇപ്പോൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ചിലപ്പോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമായി നമ്മുടെ മുന്നിലുണ്ടാകാം. ലോങ് റണ്ണിൽ നവകേരള സദസ് ഉണ്ടാക്കുന്ന റിസൾട്ടുമായി ഒട്ടും ഏതെങ്കിലും തരത്തിൽ അതിനെ ക്ലാഷ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നേ ഇല്ല. കാരണം ഇത് ആത്യന്തികമായി ജനങ്ങളുടെ പ്രശ്നം എങ്ങനെയാണ് പരിഹരിക്കുക എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒന്നാം പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ഉണ്ടായത് എന്താണ്? CPM തന്നെ വിശദീകരിക്കുന്നത് എന്താണ്? ജനങ്ങളുടെ അടുത്തേക്ക് ഗവൺമെൻറ് എത്തുകയാണ് എങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് വോട്ട് ചെയ്യും എന്നുള്ളതാണ് ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ അനുഭവം. അതുകൊണ്ടാണത്രേ CPM വിശദീകരിക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ടാണത്രേ രണ്ടാം പിണറായി വിജയൻ സർക്കാരിനെ ഒന്നും ചെയ്യാൻ അനുവദിക്കില്ല എന്ന നിലപാടിലേക്ക് UDFും BJPയും എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് ശരിയാണ്, നമുക്ക് ഈ തരത്തിലുള്ള മർദ്ദനം കാണുമ്പോൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള വയലൻസ് ഉണ്ടാകുമ്പോൾ നമ്മളതിനെ അപലപിക്കും. പക്ഷെ ആത്യന്തികമായി അതല്ല നിലനിൽക്കാൻ പോകുന്നത്. ഇതിനെ ഈ മൊത്തം പരിപാടിയെ ഹൈജാക്ക് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു കാര്യം കൂടി ഞാൻ പറയാം. കോടതിയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ശരിയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ നിന്ന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ബെഞ്ചിൽ തന്നെ പല ഘട്ടങ്ങളിൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഓഫീസ് പറഞ്ഞിട്ടുണ്ട് അവിടെ. അതായത് ഞങ്ങൾക്ക് ഒരു സിംഗിൾ ബെഞ്ച് ഇറക്കുന്ന ഉത്തരവ് ഞങ്ങൾക്ക് ഡിവിഷൻ ബെഞ്ചിലോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലോ ചോദ്യം ചെയ്യാം, നമുക്ക് ഉത്തരവ് വേറൊരു തരത്തിൽ നേടാനാകും. പക്ഷേ അങ്ങ് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾക്ക് ഞങ്ങൾക്ക് ഒരു അപ്പീലിനുള്ള സാധ്യതയില്ല എന്ന്. അത്ര മാത്രമേ ആ വിഷയത്തെ കാണേണ്ടതുള്ളൂ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഒറ്റ സെക്കൻഡ് സാർ, നമുക്കൊരു ഇടവേള അനിവാര്യമാണ്. അതിന് തുടരാം. നമുക്ക് പറയുന്നതിനിടയിൽ ഒരൊറ്റ പോയിന്റ് കൂടി. മറ്റൊന്ന് പണം പിരിച്ചു എന്നുള്ളതാണ്. ധൂർത്ത് എന്ന് പറയുന്ന വിഷയമാണ്. നോക്കൂ, ആദ്യ ദിവസങ്ങളിൽ നമ്മൾ എന്താ ചർച്ച ചെയ്തിട്ടുള്ളത്? നമ്മൾ ക്വാറിക്കാരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നു, ബാറുകാരുടെ കയ്യിൽ നിന്ന് പണം. അന്ന് തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾ ബാറുകാരുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ക്വാറിക്കാരുടെ പണം വാങ്ങി എന്നുള്ള ഒരു ആരോപണം വരും, അവിടെ ഇവിടെ ചർച്ച ചെയ്യാമെന്നാണ്. അത് വിട്ടല്ലോ, നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണല്ലോ പോകുന്നത്. ശരിയാണ്, ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ചെലവഴിക്കാൻ പണമില്ല എന്ന് കാണുമ്പോൾ അതിന് വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങൾ തേടും എന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇപ്പോഴും പറയുന്നു ഉണ്ണി, എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല നിങ്ങളുടെ കാര്യത്തിനകത്ത്, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനകത്ത്. ഇത് സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണമാണ്. ഞാനത് പറയുന്നത് CPMൻ്റെ രാഷ്ട്രീയ പ്രചരണമോ LDFൻ്റെ രാഷ്ട്രീയ പ്രചരണമൊന്നുമില്ല, സർക്കാരിൻ്റെ രാഷ്ട്രീയ പ്രചരണം. ഒരു രാഷ്ട്രീയം സർക്കാരിന് മുന്നോട്ട് വെക്കാനുണ്ട്. ഒന്ന്, കേന്ദ്ര സർക്കാർ ഞങ്ങളെ ഞെരുക്കുന്നു എന്നുള്ളതാണ്. ഗവർണർ ഇവിടെ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നില്ല എന്നുള്ളതാണ്. കേരളത്തിൽ വികസന പദ്ധതികൾ ഞങ്ങൾ ഇതൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നത്, ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തതെന്നാണ്. അത് രാഷ്ട്രീയം തന്നെയാണത്, അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് നവകേരള സദസ് കൊണ്ടുണ്ടായിരിക്കുന്നത്. ഉണ്ണി സാർ ഒരു പോയിന്റിൽ ഒരു ഇടപെടാൻ ശ്രമിച്ചപ്പോഴാണ് ഞാൻ ഇടവേളയിലേക്ക് പോയത്. നോക്കൂ, ഈ നവകേരള സദസ് ആരംഭിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് രണ്ട് എതിരഭിപ്രായങ്ങളാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒന്ന്, ഈ ക്യാബിനറ്റ് ഓൺ വീൽസ് എന്ന് പറയുമ്പം ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ഈ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുന്നത് അതിൻ്റെ ക്ഷേമപ്രവർത്തനങ്ങളിലൂടെയും അതിൻ്റെ കാര്യനിർവഹണ ശേഷിയിലൂടെയുമാണ്, അല്ലാതെ മന്ത്രിമാർ വീട്ടുമുറ്റത്തെത്തിയല്ല എന്നൊരു അഭിപ്രായം ഞാൻ പറഞ്ഞിരുന്നു. രണ്ട്, പരാതികൾ സ്വീകരിക്കുന്നതിന് 21 പേരും ഓരോ മണ്ഡലങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നും പറഞ്ഞിരുന്നു. എന്നാൽ ഈ മന്ത്രിസഭ ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവർ നിർബന്ധമായും ചെയ്യും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത കാര്യം, കേന്ദ്ര സർക്കാർ കേരളത്തെ എങ്ങനെയൊക്കെ പീഡിപ്പിക്കുന്നു എന്നുള്ളത് ജനങ്ങളോട് വിശദീകരിക്കണം എന്നുള്ളതാണ്. അതാണ് എൻ്റെ രാഷ്ട്രീയം. ഈ പരിപാടിയുടെ യഥാർത്ഥമായ ലക്ഷ്യം, ഉത്തമമായ ലക്ഷ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് ആ രാഷ്ട്രീയം പറയുന്നു എന്നുള്ളതാണ്.
ഇപ്പോൾ നമുക്ക് സ്ഥിതി, നമുക്ക് കുടുംബശ്രീ നടത്തിക്കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതി, നമുക്ക് ഉച്ചഭക്ഷണം പ്രതിസന്ധിയിലാകുന്ന സ്ഥിതി, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. ഇപ്പോൾ സബ്സിഡി പിന്നെ കൊടുക്കാൻ കഴിയാത്ത സ്ഥിതി. ഏതാ സപ്ലൈകോയിൽ അപ്പം 1,07,500 കോടി രൂപയാണ് കഴിഞ്ഞ 7 വർഷമായി ഈ സംസ്ഥാനത്തിന് ലഭിക്കാനുള്ളതെന്നും കേന്ദ്രം ആ പണം തന്നിട്ടില്ല എന്നും പറഞ്ഞത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനാണ് അല്പം മുമ്പ് സമാപന സമ്മേളനത്തിൽ വട്ടിയൂർക്കാവിൽ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു കണക്ക് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ അവിശ്വസിക്കത്തില്ല. കാരണം ഉത്തരവാദിത്ത ബോധത്തോടുകൂടി അദ്ദേഹം ഒരു ജനതയെ അഭിസംബോധന ചെയ്ത് പറയുന്ന കാര്യമാണ്. 1,07,500 കോടി രൂപയാണ് കഴിഞ്ഞ 7 വർഷമായി പല കാരണങ്ങളാൽ നമുക്ക് ലഭിക്കാതെ പോയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് കണ്ടസ്റ്റ് ചെയ്യാം, കൃത്യമായ കണക്കുകൾ വെച്ച് കണ്ടസ്റ്റ് ചെയ്തോളൂ. ഈ പരിപാടി നവകേരള സദസ് നടക്കുന്നതിനിടെ 2 തവണയാണല്ലോ നിർമ്മലാ സീതാരാമൻ കേരളം സന്ദർശിച്ചത്. കേരളം സന്ദർശിച്ചിട്ട് പറഞ്ഞത് ഇത്ര പൈസ കൊടുക്കുന്നത് തെറ്റായ കാരണമാണെന്ന്. എന്ത് അടിയന്തരമായ ആവശ്യമാണ് നിർമ്മലാ സീതാരാമൻ കേരളത്തിൽ ഈ പരിപാടി നടത്താൻ നിർബന്ധിതയായത്? അതിന് കാരണം എന്ന് പറയുന്നത് കാര്യമൊക്കെ വിശദീകരിക്കാം കേട്ടോ. കേരളത്തിൽ ഒരു ധനമന്ത്രിക്കൊക്കെ വരാം. വന്നത് എന്തുകൊണ്ടാണ്? ഇത്തരത്തിലുള്ള ആശയ പ്രചരണം കേരളത്തിൽ സംഭവിക്കാനിടയുണ്ടെന്നും അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും അതുകൊണ്ട് അതിന് പ്രതിരോധം തീർക്കാൻ ധനമന്ത്രി തന്നെ കേരളത്തിലേക്ക് വരണമെന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നേ നിർമ്മലാ സീതാരാമൻ വരുന്നത്. അപ്പോൾ ഇത് രാഷ്ട്രീയ വിഷയമാണ്, അതിനകത്തൊന്നും തർക്കമൊന്നുമില്ല. അപ്പോൾ ഈ കാര്യം ഇത്തരത്തിൽ കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന വിവേചനം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടപ്പെടേണ്ടതാണ്. അക്കാര്യത്തിലൊരു മന്ത്രിസഭ ജനങ്ങളോട് പോയി സംസാരിക്കുന്നെങ്കിൽ ഞാൻ അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുക. യഥാർത്ഥത്തിൽ ഞാൻ അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പ്രശ്നം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ്. അത് അനഭിലഷണീയങ്ങളായ പ്രശ്നങ്ങളാൽ ഹൈജാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എൻ്റെ പരാതി. അതായത് ഈ പറയുന്ന അനാവശ്യമായ ജീവൻ രക്ഷാപ്രവർത്തനവും അടിയും ബഹളവും ഒക്കെ ആയിട്ട് ഇതിൻ്റെ യഥാർത്ഥ രാഷ്ട്രീയ ലക്ഷ്യത്തിൽ നിന്ന് ഈ കാര്യങ്ങളെ ശ്രദ്ധയോടുകൂടി നോക്കിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക വിഭാഗമുണ്ട്. ആ വിഭാഗമാണ് എപ്പോഴും ചാഞ്ചാടി നിൽക്കുക. ആ വിഭാഗമാണ് കാര്യങ്ങൾ എപ്പോഴും തീരുമാനിക്കുക. ആ വിഭാഗത്തെ സ്വാധീനിക്കുന്ന വാർത്തകൾ മറ്റൊന്നായി തീർന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട എൻ്റെ പരാതി. അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു നേട്ടത്തെക്കുറിച്ചൊക്കെ അവർ പുനരാലോചിക്കട്ടെ, വിലയിരുത്തട്ടെ, അതൊന്നും എൻ്റെ വിഷയമല്ല. ഞാൻ പറയുന്നത് ഇതിനൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ലക്ഷ്യം സതുദ്ദേശപരമായിരുന്നു. അക്കാര്യത്തിൽ കേരളത്തിലൊരു ആളെന്നുള്ളതിലേക്ക് എനിക്ക് വിഷമമുണ്ടെന്നേ. ഈ സംസ്ഥാനത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട അംഗീകാരങ്ങൾ കിട്ടാതെ വരുന്നുണ്ട് എങ്കിൽ, അതിൻ്റെ ഭാഗമായി ലക്ഷക്കണക്കിന് ആളുകൾ പ്രതിസന്ധിയിലാകുന്നുണ്ട് എങ്കിൽ, അവർക്ക് ദുരിതം അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ, അതിൻ്റെ ഉത്തരവാദി തങ്ങളല്ല എങ്കിൽ ആ വിശദീകരണവുമായി ഒരു സർക്കാർ ജനങ്ങളിലേക്ക് പോകുന്നത് തെറ്റല്ല. പക്ഷേ അത് ഉത്തരവാദിത്വ ബോധത്തോടെ അവർക്ക് നിർവഹിക്കാൻ കഴിയണം. അതിനകത്തൊരു ഡീവിയേഷൻ ഉണ്ടാകാതെ അവർ ശ്രദ്ധിക്കണം. ആ ശ്രദ്ധ ഇവിടെ പോയിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. നോക്കൂ, അതിനകത്ത് നോക്കൂ ഡോക്ടർ അരുൺ, ഞാൻ വരാം. നോക്കൂ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു ക്ഷേമ പെൻഷൻ എന്ന് പറയുന്നത്. ക്ഷേമ പെൻഷൻ കിട്ടാതിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യത്തിൽ ആ കാര്യം എന്താണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ഉത്തരവാദിത്തം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ നിർവഹിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ മുൻ സർക്കാരിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും. ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെ കുറിച്ച് ഈ സർക്കാരിന് പറയാനുള്ളത് എന്താണ്? ഉമ്മൻചാണ്ടി 5 കൊല്ലം കൊടുത്തത് 9,000 കോടി രൂപയാണ്. ഇത് കണക്കാണല്ലോ, നമുക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ കഴിയില്ല. 9,000 കോടി രൂപയാണ്. അന്ന് ആകെ 34 ലക്ഷം പേർക്ക് മാത്രമാണ് ക്ഷേമ പെൻഷൻ നൽകിയിട്ടുള്ളത്. അത് വെറും 600 രൂപയാണ്. പക്ഷേ ഒന്നാം പിണറായി വിജയൻ സർക്കാർ അത് 18 മാസം കൊടുത്തിട്ടുമില്ല. അതായത് 600 രൂപ 18 മാസം കൊടുത്തിട്ടില്ല. 34 ലക്ഷം പേർക്ക് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. ആകെ കൊടുത്തിട്ടുള്ളത് 9,000 കോടി. അക്കാര്യത്തിൽ കണക്കായതുകൊണ്ട് ആർക്കും അത് ഖണ്ഡിക്കാനാകില്ല. പക്ഷെ അത് പിണറായി വിജയൻ സർക്കാർ 1,600 രൂപയാക്കുന്നു. 34,000 കോടി, 9,000 കൊടുത്തെടുത്ത് പിണറായി വിജയൻ്റെ ഒന്നാം സർക്കാരിൻ്റെ 5 വർഷം കൊണ്ട് 34,000 കോടിയാണ് ക്ഷേമ പെൻഷനായി നൽകിയിട്ടുള്ളത്. 2.5 വർഷം കൊണ്ട് ഏതാണ്ട് 24,000 കോടി രൂപ കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയുള്ള പിണറായി വിജയൻ്റെ 5 വർഷം കൊണ്ട് 50,000 കോടിയാണ് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ പോകുന്നത്. അക്കാര്യത്തിൽ ആർക്കും തർക്കിക്കാൻ പോലും കഴിയില്ല. അപ്പോൾ 9,000 കോടി വേഴ്സസ് 50,000, 50,000 ക്രോസ് എന്നുള്ള നിലയിലേക്ക് ആ കണക്ക് വ്യക്തമാക്കാൻ സാധിച്ചിരിക്കുന്നു. അതിന് പുറമെയാണ് ഈ പറയുന്ന ചികിത്സാ ചെലവ്. ആകെ ഉമ്മൻചാണ്ടി സർക്കാർ 800 കോടിയാണ് ഈ നമ്മൾ പുകഴ്ത്തി പറയുന്ന സമ്പർക്ക പരിപാടിയിൽ കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അത് 4,000 കോടിയായിട്ടാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പിണറായി വിജയൻ സർക്കാരിൻ്റെ 5 വർഷ കാലഘട്ടത്തിലെ നേട്ടമായി LDF വിശദീകരിക്കുന്നത്. അവിടെയും നമ്പേഴ്സാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. പിന്നെ കേരളം എല്ലാ കാര്യങ്ങളിലും പിന്നോട്ടാണ് എന്ന് നമ്മൾ തന്നെ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അവിടെയാണ് നീതി ആയോഗിനെ കോട്ട് ചെയ്തുകൊണ്ട് 24 ഇനങ്ങളിൽ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യം, വിദ്യാഭ്യാസം അടക്കമുള്ള 24 ഇനങ്ങളിൽ കേരളം മുൻപിലാണ് എന്നല്ല, 1-ാം സ്ഥാനത്താണ് എന്നുള്ള കണക്കുള്ളത്. പിന്നെ
കേരളം വലിയ നിലയിൽ സാമ്പത്തികമായ കടക്കണിയിലാണ് എന്നും കേരളം ശ്രീലങ്കയാകാൻ പോകുന്നു എന്നുള്ള പ്രചരണമാണ് മറ്റൊന്ന്. അതിൽ കൃത്യമായ രീതിയിൽ കണക്കുണ്ടല്ലോ. 3% സാധാരണഗതിയിൽ കേരളത്തിന് കടമെടുക്കാൻ സാധിക്കുന്നത്. അത് നമ്മൾ എടുത്തിട്ടുള്ളതോ കേന്ദ്രം അനുവദിച്ചിട്ടുള്ളത് 3%-ൽ താഴെ 2.44 മാത്രമാണ്. GSDPയുടെ 2.44 മാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ കൺസോളിഡേഷൻ്റെ കാര്യത്തിനകത്ത് കേരളത്തിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്, കേരളത്തിൻ്റെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് ശോഭനമാണ് എന്ന് മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മികവുറ്റതാണ് എന്നുള്ളതാണ് ആ കണക്കിൻ്റെ കാര്യത്തിൽ. അതേസമയം കേന്ദ്രത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 100 രൂപയാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ 100 രൂപയേക്കാൾ വലിയ രീതിയിലുള്ള കടക്കണിയിലേക്ക് പോകുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് IMF ആണ്. നമുക്ക് പിന്നെ മറ്റു കാര്യങ്ങളിലേക്ക് വന്നാൽ, ഇപ്പോൾ ഉണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ എന്താണ് യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ പ്രശ്നം എന്നുള്ളതാണ് ചോദ്യം. കേരളത്തിൻ്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. 3 രൂപ 80 പൈസ നമുക്ക് 100 രൂപ കണക്കാക്കിയാൽ കേരളത്തിന് മുൻകാലങ്ങളിൽ ലഭിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് 1 രൂപ 90 പൈസയായി ചുരുങ്ങിയിരിക്കുന്നു. ഇത് 3 രൂപ 80 പൈസയും 1 രൂപ 90 പൈസയും എന്നുള്ളതല്ല. നോക്കൂ, നേരത്തെ കിട്ടിയിരുന്ന 21,000 കോടി രൂപ നമുക്ക് ഇത്തവണ ലഭിക്കാതെ പോകുന്നു. ആ 21,000 കോടി ഉണ്ടെങ്കിൽ കേരളം കൃത്യമായി റൺ ചെയ്യാൻ പിണറായി വിജയൻ സർക്കാരിനോ ഏത് സർക്കാരിനോ സാധിക്കും. ആ സാധിക്കും എന്നുള്ള നിലയാണ് ഇപ്പോൾ നമ്മളെ സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചാൽ, നോക്കൂ, പിന്നീടുള്ളത് തനത് നികുതിയാണ്. നികുതി പിരിവിൽ ഈ സർക്കാർ പിന്നോട്ടാണ്. തനത് നികുതി ഈ സർക്കാരിനില്ല. ഇത് മദ്യവും ലോട്ടറിയും നടത്തി ഗവർണർ വരെ പറഞ്ഞാണല്ലോ. നോക്കൂ, തനത് നികുതിയുടെ കാര്യത്തിൽ 50%-ലധികമാണ് വർധനവ്. തനത് നികുതി 47,000 കോടിയായിരുന്നത് പിന്നീട് 71,000 കോടിയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യങ്ങളിലൊക്കെ തന്നെയും സർക്കാരിന് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ പ്രചരണം നടത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ജനസമ്പർക്ക പരിപാടിയുടെ നവകേരള സദസ്സിന്റെ പ്രധാനപ്പെട്ട നേട്ടം. ഓക്കെ, ആ നേട്ടം അവിടെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഒറ്റ കാര്യം ഡോക്ടർ അരുൺ, ഞാൻ ഇതിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ നേട്ടത്തെക്കുറിച്ചും അതുപോലെ തന്നെ വളരെ കൃത്യമായി എല്ലാ കാര്യങ്ങളും ഉദ്ദേശിച്ച രീതിയിൽ തന്നെ രാഷ്ട്രീയ ലക്ഷ്യമൊക്കെ കൈവരിച്ച് ഇങ്ങനെ വിജയശ്രീലാളിതരായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. പക്ഷേ അവർ സപ്ലൈകോയിലേക്ക് നോക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ക്രിസ്മസ് വിപണി തട്ടിക്കൂട്ടിയാണ് അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. പറയട്ടെ, ആ തട്ടിക്കൂട്ടി ആരംഭിച്ച ഇതിന്റെ ഉദ്ഘാടനം ജനരോഷം മൂലം മുടങ്ങിയതും നമ്മൾ അവിടെ നിൽക്കട്ടെ സാറേ. കോടി രൂപയുടെ നഷ്ടം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കെടുകാര്യസ്ഥതയുണ്ട് സാർ. ഇവിടെ കെടുകാര്യസ്ഥതയുണ്ട്. അല്ലെങ്കിൽ ഓണവിപണിയിൽ സംഭവിച്ച അതേ പാകപ്പിഴ കുറവ് മുൻകാലങ്ങളിൽ ഇത് കണക്കാണ്. നേരത്തെ നമുക്ക് പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലഭിച്ചിരുന്ന 390 എന്നുള്ളത് ഇപ്പോൾ നമുക്ക് 180 പകുതിയായി ചുരുങ്ങിയിരിക്കുന്നു. എന്ത് കാര്യത്തിന്? കേരളം മുന്നോട്ട് പോയി എന്നുള്ളത് കൊണ്ടോ? കേരളം ജനസംഖ്യ നിയന്ത്രണം നടത്തി എന്നുള്ളതുകൊണ്ടോ? കേരളം ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിൽ മികവുറ്റ പ്രകടനം നടത്തി എന്നുള്ളതുകൊണ്ടാണ്? അതുകൊണ്ടുള്ള ശിക്ഷയാണോ നമ്മൾ അനുഭവിക്കുന്നത്? എനിക്ക് 3 രൂപ 80 പൈസ കിട്ടിക്കൊണ്ടിരുന്ന എനിക്ക് 1 രൂപ 90 പൈസയായി പകുതിയായി ചുരുങ്ങുമ്പോൾ ഞാൻ എങ്ങനെയാണ് ചെലവ് പൂർത്തിയാക്കേണ്ടത്? ആ ചെലവിൽ സ്വാഭാവികമായും പിടുത്തം വേണ്ടി വരും എനിക്ക്. ആ പിടുത്തം കൊണ്ടാണ് ഇപ്പോൾ സപ്ലൈകോയിൽ സംഭവിച്ചിട്ടുണ്ടാവുക. ഒരുപക്ഷേ കേന്ദ്രം ചെലവിന് തരണം. കേന്ദ്രം തന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. ഞാൻ കൃത്യമായി തന്നെയാണ് പറയുന്നത്. ഫെഡറൽ സംവിധാനം കേന്ദ്രം ചെലവിന് തരുന്നില്ല, കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയില്ല. ഫെഡറൽ സംവിധാനം കേന്ദ്രത്തിനെ മാത്രം നേരത്തെ സെയിൽ ടാക്സ് ഉണ്ടായിരുന്ന സമയത്ത് 100 രൂപയുടെ ഒരു സാധനം വാങ്ങുമ്പോൾ 10 രൂപ സെയിൽ ടാക്സ് ഇനത്തിൽ നമുക്ക് സ്വന്തം പോക്കറ്റിലിടാം. പിന്നീട് GST വന്ന സമയത്ത് കൃത്യമായി കണക്ക് കൊടുക്കുന്നതിന് തരുന്നുണ്ട് സാർ. കണക്ക് കൊടുക്കുന്നില്ല എന്ന് ധനമന്ത്രി തന്നെ കേരളത്തിൽ വന്ന് മലയാളികളുടെ മുന്നിൽ വന്ന് പറഞ്ഞിട്ട് അല്ല, ഒച്ചപ്പാടുണ്ടാക്കുന്നതല്ല. കേന്ദ്ര ധനമന്ത്രി വന്ന് പറഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ മിണ്ടില്ല, വാർത്തയും കൊടുക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ക്യാമറ ഓൺ ചെയ്യാൻ പറയേണ്ടി വന്നത്. സെയിൽസ് ടാക്സിൽ 10 രൂപ നമുക്ക് കിട്ടിയിരുന്നിടത്ത് പിന്നീട് GST വന്നപ്പോൾ 5 രൂപ എന്നുള്ള നിലയിലേക്ക് വന്നു. ഈ 5 രൂപയിൽ നമ്മുടെ വിഹിതം നമുക്ക് കിട്ടണമെന്നേ. ആ 390 നിങ്ങൾ 180 ചുരുക്കിയിരിക്കുന്നത്. ആ പരിപാടി പറ്റില്ല എന്നുള്ളതാണ് വിഷയം. ഡോക്ടർ അരുൺ.
ഒരു നിമിഷം ഞാൻ ഇതിനകത്തൊന്ന് കൂട്ടിച്ചേർക്കട്ടെ. അതിനകത്തൊരു സുജയ, അതിനകത്തൊരു പ്രശ്നം. നമ്മൾ സാമ്പത്തിക കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ വസ്തുതാപരമായി സംസാരിച്ചില്ലെങ്കിൽ ഇത് അറിയാവുന്ന ആളുകൾ നമ്മളെ പരിഹസിക്കും. ഡോക്ടർ അരുൺ, അത് തന്നെയാണ് സംഭവിക്കുന്നത്. കേന്ദ്ര ധനമന്ത്രി അതാണ് വന്ന് പരിഹസിച്ചിട്ട് പോയത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്നത് മാത്രം നമ്മൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. കേന്ദ്ര ധനമന്ത്രി പറയുന്നത് നമ്മുടെ എക്കണോമിക് റാഷണൽ എങ്ങനെയാണ് നമ്മളതിൽ അപ്ലൈ ചെയ്യണം. ഇപ്പോൾ കേന്ദ്ര ധനമന്ത്രി പറയുന്നത് ബാലഗോപാൽ പറഞ്ഞതിൽ സീതാരാമൻ പറയുമ്പോൾ അത് അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് അത് കൃത്യമായ ഒരു ലോജിക്കൽ റീസണിംഗിന്റെ ഭാഗമല്ല ഡോക്ടർ അരുൺ. നോക്കൂ സുജയ നോക്കൂ, വിദണ്ഡവാദം ഉച്ചയിച്ചുകൊണ്ട് നമുക്ക് സാമ്പത്തിക കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയില്ല. അവിടെ കേന്ദ്ര ധനമന്ത്രിയാണ് ഞാൻ അല്ലെങ്കിൽ അവർ പറഞ്ഞത് തെറ്റാണ്, അവർ കള്ളം പറഞ്ഞു. നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ സംസാരിക്കൂ, അതല്ലെങ്കിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കൂ. ഐ ആം സ്പീക്കിംഗ് ഫാക്ട്, യു ആർ സ്പീക്കിംഗ് ബ്ലാ ബ്ലാസ്. എന്റെ ഫാക്ട് സംസാരിക്കാൻ അങ്ങനെയാണെങ്കിൽ താങ്കൾ മാത്രം സംസാരിച്ചാൽ മതിയല്ലോ. ഡോക്ടർ അരുൺ ഒരു വിചാരമുണ്ട്, താങ്കൾക്ക് മാത്രമേ ഈ കാര്യങ്ങൾ പറയാൻ അറിയൂ എന്ന്. നോക്കൂ, എന്റെ അവസരത്തിലാണ് ഞാൻ സംസാരിക്കുന്നത് സുജയ. പക്ഷേ അതിൽ താങ്കളുടെ അവസരത്തിൽ അത് എന്നെ ഇകഴ്ത്താനുള്ള അവസരമാക്കി ഉപയോഗിക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ അത് മനസ്സിൽ വെച്ചാൽ മതി. അല്ലല്ല, നോ. നിങ്ങൾ എന്തിനാണ് താങ്കൾ എന്താണ് ഇപ്പോൾ പറഞ്ഞ വാചകം? എന്താണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ വാചകം? എന്താണ്? യു ആർ സ്പീക്കിംഗ് ഫാക്ട്സ്, ഐ ആം സ്പീക്കിംഗ് ബ്ലാ ബ്ലാ എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് താങ്കളുടെ തെറ്റിദ്ധാരണയാണ്. താങ്കളുടെ തെറ്റിദ്ധാരണയാണത്. അങ്ങനെ തന്നെയാണ്. ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ കേന്ദ്രം കേരളത്തിന് കടം നൽകാനുണ്ടോ ഇല്ലയോ? ഭക്ഷ്യസുരക്ഷാ പദ്ധതിയിൽ കേന്ദ്രം കേരളത്തിന് പണം നൽകാനുണ്ടോ ഇല്ലയോ? സുജയുടെ അറിവ് എന്താണ്? ഒന്ന് പറയൂ. നമുക്ക് ഈ പരിപാടി അവസാനിപ്പിക്കാൻ സമയമായി ഡോക്ടർ അരുൺ. താങ്കൾക്ക് എന്തെങ്കിലും ഈ പരിപാടിയിൽ ഇപ്പോൾ പറഞ്ഞതിനോട് എനിക്കത് പൂർത്തീകരിക്കാനുണ്ട്. എനിക്ക് പറയാനുള്ള വാചകം പൂർത്തീകരിച്ചിട്ട് ശേഷം സംസാരിക്കാനോ ഞാൻ തയ്യാറല്ല. കാരണം താങ്കൾ എന്നെ വ്യക്തിപരമായി ഈ ചർച്ചയിൽ 82% ആയിക്കോട്ടെ. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയും സംസ്ഥാനത്തിന്റെ നോക്കൂ സുജയ പാർവതി, നിങ്ങൾ ബഹളം ഉണ്ടാക്കാതെ കേൾക്കൂ. ഇത് തുടരുകയാണ്. കേൾക്കൂ, 82%. അങ്ങനെയാണെങ്കിൽ വ്യക്തിപരമായ കണക്കുകൾ പറയൂ. ആ കണക്കുകളുടെ അടിസ്ഥാനത്തിലല്ലേ നമ്മൾ എക്കണോമിക്സ് സംസാരിക്കുന്നത്. ഞാൻ ഇതുവരെ പറ്റില്ലല്ലോ. എന്താണ് സംസാരിക്കുന്നത് സുജയ? 57,000 കോടി രൂപ 57,000 കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാനുണ്ട് എന്ന് ബാലഗോപാൽ പറഞ്ഞാലും മുഖ്യമന്ത്രി പറഞ്ഞാലും ഞാൻ അതേപടി വിശ്വസിക്കുന്ന ഒരാളല്ല. 5132 കോടി രൂപയാണ് നിലവിൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കേരളത്തിന് നൽകാനുള്ളത്. ഈ ഫാക്ട് പറയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അത് നിർമ്മലാ സീതാരാമൻ പറഞ്ഞ ഫാക്ടുമായി യോജിച്ചു പോകുന്നതാണ്. പക്ഷേ മറ്റൊന്നുകൂടിയുണ്ട്. കേരളത്തിന്റെ ധനകാര്യ പ്രശ്നം കേവലം എക്കണോമിക്സ് മാത്രമല്ല, പൊളിറ്റിക്കൽ കൂടിയാണ്. അവിടെയാണ് നേരത്തെ നികേഷ് സൂചിപ്പിച്ച, നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ച ഫിസ്ക്കൽ ഫെഡറലിസത്തിൽ കേരളത്തിന് സംഭവിച്ച ഗ്രാന്റ് എയ്ഡിന്റെയും ടാക്സിന്റെയും ഫിനാൻസ് കമ്മീഷന്റെയും വെട്ടിക്കുറക്കലുകൾ കിടക്കുന്നത്. അത് കണക്കിലെടുക്കുമ്പോഴാണ് നമുക്ക് ലഭ്യമായിരുന്നവയിൽ നിന്നുള്ള കണക്കുകൾ, അതാണ് ഞാൻ പറഞ്ഞത്, ബേസിക് ഫാക്റ്റാണ്, അത് ഡാറ്റയാണ്. ആ ഡാറ്റയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കേണ്ടത്. ഞാൻ ഒറ്റ വാചകം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. നേരത്തെ ഇപ്പോൾ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞത് എം വി നികേഷ് കുമാറിനോടുള്ള എന്റെ വിയോജിപ്പ് സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണമായി തുടങ്ങുകയും പിന്നീട് LDF രാഷ്ട്രീയ പ്രചരണമായി അവസാനിക്കുകയും ചെയ്യുന്ന കാഴ്ചകളുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് കേന്ദ്രത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ഇസ്രായേൽ പലസ്തീൻ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അതൊക്കെയും സംസ്ഥാന സർക്കാരിന്റെ നിലപാടാണെന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ UDF-ഉം BJP-യും തമ്മിൽ ബാന്ധവമുണ്ട് എന്ന രീതിയിലേക്ക് പിന്നീട് വിമർശനം ഉണ്ടാവുന്നു. UDF MLA-മാരെ മുൻനിർത്തിക്കൊണ്ട് നിരന്തരം വിമർശനം ഉന്നയിക്കുന്നു. പിന്നീട് വരുമ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരുടെ അല്ലെങ്കിൽ സീറോ മലബാർ സഭയുടെ കർദിനാളിന്റെ വസതിയിലേക്ക് പോകുന്ന സമയത്ത് BJP അധ്യക്ഷനെ വിമർശിച്ചുകൊണ്ട് മന്ത്രി രംഗത്ത് വരുന്നു. ഇതൊക്കെ സംസാരിക്കുന്നത് എവിടെയാണ്? സർക്കാരിന്റെ ഒരു പരിപാടിയിലാണ്. ഇപ്പോൾ ക്രിസ്ത്യൻ ഭവനങ്ങളിൽ BJP നേതാക്കൾ പോകുന്നതിനെ സംസ്ഥാന സർക്കാർ വിമർശിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊരു LDF-ന്റെ പ്രചരണ പരിപാടിയിൽ മാത്രമാണ് അത്തരം വിമർശനങ്ങൾ സാധ്യമാവുക. ഞാനൊരു ഉദാഹരണം പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. അത്തരത്തിലുള്ളൊരു പ്രചരണം കൂടി, LDF-ന്റെ പ്രചരണം കൂടി ഇതിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ 136 മണ്ഡലങ്ങളിലൂടെയും നടന്ന രാഷ്ട്രീയ പ്രചരണ പരിപാടിയാണ് യഥാർത്ഥത്തിൽ ഈ റാലി എന്ന് പറയുന്നത്. ഒരു കാര്യം കൂടി ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതിനോടൊപ്പം കൂട്ടിച്ചേർക്കട്ടെ. ഇവിടെ നിർമ്മലാ സീതാരാമൻ മാത്രമല്ല സാർ, TN പ്രതാപൻ MP കഴിഞ്ഞ 4.5 വർഷത്തിനു ശേഷം കേരളത്തിന്റെ സാമ്പത്തികമായിട്ടുള്ള പരാധീനതകളെ കുറിച്ച് ഒരു അടിയന്തര പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചതും ഈ നവകേരള സഭയുടെ ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു ഫലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ അതൊരു സർക്കാരിന്റെ രാഷ്ട്രീയ പ്രചരണമാകുന്നതിനോടൊപ്പം തന്നെ അത് വളരെ ഗ്രാജുവലി LDF-ന്റെ പ്രചരണ പരിപാടിയായി കൂടി മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്റെ നിരീക്ഷണം. കഴിഞ്ഞോ?
ഡോക്ടർ അരുണിനോടുള്ള എന്റെ വിയോജിപ്പോട് കൂടിയാണ് ഇന്നത്തെ മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാകുന്നത്. സദസ്സ് ലക്ഷ്യം കണ്ടോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരത്തിലേക്ക് പോകാം. രണ്ടുപേർ സദസ്സ് ലക്ഷ്യം കണ്ടു എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. രണ്ടുപേർ ലക്ഷ്യം കണ്ടില്ല എന്നും ഉദ്ദേശിച്ചില്ല എന്നത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഉണ്ണി ബാലകൃഷ്ണന്റെ അഭിപ്രായം അത് തന്നെയാണ് എന്ന് കരുതുന്നു. നോ തന്നെയല്ലേ? ലക്ഷ്യം കണ്ടില്ല എന്നാണ് ഉണ്ണി ബാലകൃഷ്ണന്റെ അഭിപ്രായം. ലക്ഷ്യം കണ്ടു എന്ന് എം വി നികേഷ് കുമാറും ഡോക്ടർ അരുൺ കുമാറും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. വെറുതെ ന്യായീകരിക്കാൻ എന്തായാലും ഞാനില്ല. മീറ്റ് ദി എഡിറ്റേഴ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്നാണ് കേട്ടോ, അങ്ങനെ കൂടിയുണ്ട്. ഭാഗികമൊന്നുമില്ല, ലക്ഷ്യം കണ്ടോ എന്നാണ് ചോദ്യം. യെസ് ഓർ നോ പറയാം. അല്ല, രണ്ടഭിപ്രായം ഉണ്ട്. ആ രണ്ടഭിപ്രായമാണ് അവതരിപ്പിച്ചത്. പറയാൻ കഴിയില്ല. ഭാഗികമാണ് എന്റെ അഭിപ്രായമാണ്. അത് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയുക സുജയ? ദാറ്റ്സ് മൈ ഒപ്പീനിയൻ, നോട്ട് യുവർ ഒപ്പീനിയൻ. യെസ് ഓർ നോ എന്റെ അഭിപ്രായം. ഓർ എന്നൊരു ഓപ്ഷൻ ഇല്ല. യെസ് ഓർ നോ. അതെ, ഓറല്ലല്ലോ അങ്ങനെ ഓറല്ലല്ലോ. താങ്കളുടെ ഉത്തരം യെസ് ആണ്. ലക്ഷ്യം കണ്ടോ എന്നാണ്. യെസ് ആണ് താങ്കൾ തന്നിരിക്കുന്ന ഉത്തരം. ഭാഗികമായി ലക്ഷ്യം കണ്ടു എന്നതാണ് എന്റെ ഉത്തരം. ലക്ഷ്യം കണ്ടതേയില്ല, ഭാഗികമല്ല, പൂർണ്ണമായും ലക്ഷ്യം കണ്ടില്ല എന്നതാണ് എന്റെ അഭിപ്രായം. മീറ്റ് ദി എഡിറ്റേഴ്സ് പൂർണ്ണമാകുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഗുഡ് നൈറ്റ്. Meet the editors.